നമ്മുടെ അനസ് മൗലവി ക്ലിപ്പ് കട്ടുമുറിക്കുന്നവർ എന്ന് നമ്മളെ കുറിച്ച് ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ മൂപ്പര് പറയാ, നമ്മളിപ്പോ ക്ലിപ്പ് കട്ടുമുറിക്കുന്നു എന്നാണ് ജിന്നൂരികൾ പറയുന്നത്. പണ്ട് പേരോടും പറഞ്ഞു അത് തന്നെയാണ്. അപ്പൊ അവര് ക്ലിപ്പ് കട്ടുമുറിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ പറഞ്ഞതല്ല, മൂപ്പര് കൈപ്പമംഗലത്തത് നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. ഒരു പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് 22 കാരറ്റ് ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മൂപ്പര് സ്ഥാപിക്കുകയാണ്. ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതല്ല ചോദിക്കണം അല്ലേ? ശിർക്കല്ലാന്ന് പറഞ്ഞു. എവിടെ? ഞാൻ പറഞ്ഞു. എവിടെ പറഞ്ഞു? ഇസ്തിഖാമയിൽ പറഞ്ഞു. 2012 അതിനുശേഷം ഞാൻ തെറ്റി പറയുന്നത് അല്ലേ? കേട്ടോ? അവിടെ ഇരിക്കൂ, കേട്ടോളൂ. എന്നെ പറ്റി പറഞ്ഞ ആരോടും മറുപടി കേട്ടോളൂ. 2009 മാർച്ച് 25. 2009 മാർച്ച് 25 കേട്ടോളൂ. മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറയുന്നത് കേട്ടോളൂ. വിജനപ്രദേശത്ത് ഞാൻ വ്യാഖ്യാനിക്കട്ടെ. വിജനമായ പ്രദേശം. ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളതല്ല, ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥന. അവ ജിന്നുകളോട് സഹായം തേടാം, നിങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുന്നേ എഴുതിയത്, ജവാബിൽ എഴുതിയത് നിങ്ങൾ സമാനത്ത് ബുക്കാക്കി യുദ്ധവിറ്റ് കാറ്റാക്കുന്നു. 22 കാരറ്റ് ചെറുക്കല്ലെന്നല്ല, തീർന്നില്ല. അവിടെ ഇരിക്ക്. 22 കാരറ്റ് ചെറുക്ക് ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുണ്ടം എഴുതി. എന്താ? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോ മലക്കുകളോ അവരുടെ ശബ്ദം കേൾക്കുമെന്ന് കരുതി സഹായം നേടിയാൽ അത് ചെറുക്കാണോ ചെറുക്കല്ലേ? എന്താണ് ഇത് പറഞ്ഞത്? ചെറുക്കാണോ ചെറുക്കല്ലല്ലോ? എന്താ പറഞ്ഞത്? ചെറുക്ക്. 22 കാരറ്റ് ചെറുക്ക്. അവിടെ എനിക്ക് തീർന്നില്ല, ബഹളം കണ്ടോ? മൂപ്പര് 22 കാരറ്റ് ചെറുക്കാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പഴയ ക്ലിപ്പിട്ട് കേൾപ്പിക്കുകയാണ്. അതിനിടയിൽ ഒറ്റ കുറിക്കല്. 22 കാരറ്റ് ശിർക്ക്. കണ്ടോ, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കവിടെ. മൂപ്പര് ബഹ്റൈനിൽ പറഞ്ഞില്ലേ, ആളെ കൊത്തി വലിക്കാനൊക്കെ നമുക്കറിയാം. ആ കൊത്തി വലിക്കൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കാം മൂപ്പര്. കേന്ദ്ര മാതൃശ വിശദീകരണത്തിൽ ചോദ്യം ചോദിച്ചാൽ കൊത്തി വലിക്കും മൂപ്പര്. ഇരിക്കവിടെ. കേട്ടോ? 22 കാരറ്റ് ശിർക്ക്. എന്താ സംഭവം? അവരുടെ മൗലവി എഴുതിയെന്ന കണ്ണട വെച്ച് പ്രായം ചെന്ന ഒരു മൗലവിയെ കാണിച്ചിരുന്നില്ലേ? കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാം. 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാം 42ാമത്തെ പേജ്. ഇനി ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനോ? ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ? പത്രാധിപ സമിതി ഹുസൈൻ സലഫി, ഡോക്ടർ കെ സക്കരിയ സലാമി, പി അബ്ദുൽ ജബ്ബാർ മൗലവി, MP ഖാദിർ കണ്ണൂമ്പൊയ്യ, ഷാഫി സലാഹി ചങ്ങലേരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അമീർ ഒതുക്കുമൽ. ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട്. അതിൽപ്പെട്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. എന്താ എഴുതിയത്? 42ാമത്തെ പേജ്. സംഭവം എന്താ അറിയോ? കേട്ടോ? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയല്ലാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേക്കം അതിലില്ല. വിശദമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കു കേൾക്കും, ജിന്ന് കേൾക്കും എന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 കാരറ്റ് ശിർക്കാണ്. കണ്ടോ? 22 കാരറ്റ് ശിർക്കാണ്. എങ്കിൽ ആ 22 കാരറ്റ് ശിർക്ക് ഇവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച
ആ 22-കാരന്റെ ചെറുക്ക് ഇതാ പിടിച്ചോ. എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22-കാരന്റെ ചെറുക്കാണെങ്കിൽ, അത് 22-കാരന്റെ ചെറുക്കാണെങ്കിൽ ഒത്തു നോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ, വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് 2 വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഈ ഇസ്ലാഹിലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. പത്രാധിക സമിതിക്ക് കേട്ടല്ലോ എന്താ ഇസ്ലാഹിലുള്ളത് കേട്ടോ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യന്മാരക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായം അതിലില്ല. ഇതാണ് ഇതിനകത്തുള്ള വാചകം. അത് 22 ക്യാരറ്റ് ചെറുക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ചെറുക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസികത്വം യുവത പ്രസിദ്ധീകരിച്ചത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങൾ സമാഹരിച്ച പുസ്തകം. ഈ പുസ്തകത്തിൽ പറഞ്ഞു കേട്ടോളൂ, കൃത്യമായി കേട്ടോളൂ. ഇത് മുമ്പ് വെട്ടിയതും പിന്നെ വെട്ടിയതും കൂട്ടിച്ചേർത്തുകൊണ്ട് മുമ്പ് പറഞ്ഞ് ഘടകവിരുദ്ധമായ ആശയം ഒരു മൗലവി പറയാണ്. അത് ഈ കൂടെ കിടക്കണവർക്കല്ല രാപ്പനി തിരിയ സംഭവം വെട്ടിച്ചേർത്ത് വളക്കിച്ചേർക്കൽ എങ്ങനെയെന്നൊക്കെ ഒപ്പം നിന്ന് ചെയ്ത ആൾക്കാരാണ്. അത് ഇപ്പോഴത്തെ ഇങ്ങനെ ഇടുക. അപ്പൊ അനസദാ ലോക കരച്ചില്, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്തിട്ടില്ല, അജിബാബുല അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല. അപ്പൊ ഭയങ്കര വിശ്വാസം, ഭയങ്കര തൂബ. ഈ കരച്ചിൽ നമ്മളല്ല ജക്രിസലായി എന്നെ പറയണം. ജക്രിസലായിക്ക് ഒരു സങ്കടം, എനിക്കാണെങ്കിൽ കരച്ചിലും വരൂല, ഞാൻ മനസ്സ് കുറച്ചിരിക്കത്തുവാണ്ട് കരച്ചിൽ വരണമെങ്കിൽ. ഇയാളെ കരിയണ രംഗത്ത് കൊടുക്കും ഒന്നുകൂടി മനസ്സ് ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പോ മൂപ്പര് പറയാണ്, ഞങ്ങൾ ഇതാ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അതിലും ഒരു ചതി, എന്ത്, ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. പിന്നെ ഇതിനെ തൗബ ചെയ്യണേ, പിന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തൗബയിലും ചതിയല്ലേ. എന്തൊരു കഷ്ടം. അബ്ബാർ മൗലവി പറഞ്ഞാൽ ചെറുക്കന്നെയാണ് എന്നെ പോലെ മനസ്സിലുള്ളത്. എന്നിട്ടും ചെറുക്കല്ല, തെറ്റല്ല. എവിടെയെതിരും ചെറുക്ക് അമ്പലക്കടവിനോട്, എവിടെയെതിരും ചെറുക്ക് അലിമതിനോട്, മനസ്സിലെന്താ ചെറുക്കാണ് എന്നാണ്. പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? നിങ്ങൾ കാപ്പട്ടി കാണിച്ചിട്ടാവും തൗബ ചെയ്യണേ അല്ലേ? ഇങ്ങനെ ഉണ്ട് ഒരു മനുഷ്യൻ അതപ്പതിക്കല്. ഇത് ഇങ്ങനെ തൗബ ചെയ്താ തീരുവോ? നമ്മളെല്ലാരും പറഞ്ഞല്ലേ ലോകത്ത് മുഴുവൻ സനഫി പണ്ഡിതന്മാരും തൗബ ചെയ്യാൻ പറ്റുമോ? തൗബ ചെയ്യലേ തെറ്റ് ബോധ്യപ്പെട്ടോല. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തൗബ ചെയ്യാനും പോണില്ല. ഇനി കാണിച്ചു മൂപ്പര് കൊണ്ട് പറയട്ടെ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുലമ പഠിപ്പിച്ചു വന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫൗലായിക അതൂബു അലൈഹിം,
അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ല പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം. അല്ല പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് പ്രശ്നമാണ്, ഞങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം ഞങ്ങൾ തൗഹീദും ഞങ്ങൾ കളിക്കണം. ആ, നിങ്ങൾക്ക് പ്രതിയാകാം, വാദിയാകാം, ജഡ്ജിയാകാം, നിങ്ങൾ പല കോലവും കിട്ടും. അതൊക്കെ നിങ്ങളെ താല്പര്യ അല്ല. അബ്ദുറഹ്മാൻ സലഫി ആദ്യം വാദിയാകും, പിന്നെ ജഡ്ജിയാകും. ഇപ്പതാണല്ലോ നടന്നത്. എനിക്കെതിരെ വാദിയാളെന്നെ, ജഡ്ജിയാളെന്നെ, വിധി പറയുന്നയാളെന്നെ ഒക്കെ അയാളെന്നെ. അത് നിങ്ങള് ഇയാൾ പണ്ട് പേരോട് കവിടേനെ പേര് കളിയാക്കലുണ്ട്. ഈ അനസുമാരുവി പേരോട് ഇങ്ങനെ വിക്സ് ടവൽമ തേച്ചിട്ട് വരില്ല, എന്നിട്ട് ഇങ്ങനെ അതോടെ തുടക്കും. അപ്പൊ ആർക്കും കണ്ണീര് വരൂലേ. ഇയാൾ പക്വത്ത് കരച്ചിരുന്ന ഇയാളെന്താ പറയുന്നുണ്ട്. എന്നിട്ട് പറയാം, എനിക്കാണെങ്കിൽ കരച്ചിലും വരൂല, ഇരിക്കട്ടെ, അങ്ങനെ ഇട്ടവനെ കുറെ കണ്ടി വരും. പക്ഷേ ഈ തട്ടിപ്പ് നടത്താൻ ഒരു വിഷയം, അതിവരെല്ലാവരും തുല്യാണ്. ഈ പറഞ്ഞ ജക്കരിയസറായി നടത്തിയ തട്ടിപ്പ് ഇടമുട്ടൻ സമ്പാദത്തിന് കയ്യോടെ പിടിച്ചില്ലേ, തരൂല തരൂല, പറ്റുന്ന വ്യവസ്ഥയിലുണ്ട്, തെളിവ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അവസാനം ഇയാൾ കുടുങ്ങി. ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും അതിന് എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചത് നിൽക്കിയെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും എന്റെ സമയമാണ്. നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കണം എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. കുടിക്കുമ്പോ വേണെന്താ അപ്പുറം വായിച്ചില്ലാതെയോ? അപ്പുറം വായിച്ചില്ലാതെയോ? അതേ തട്ടിപ്പ് മടപൂരികളും നടത്തി. എവിടെ നടത്തി? സാക്ഷാൽ കോടമ്പുഴയിൽ നടത്തി. പച്ചക്കളവ്, പച്ച വെളിച്ചത്തിന് പച്ച പകല് പറഞ്ഞ കരിമ്പലാക്കല്. ഞങ്ങൾ 8-10 മനുഷ്യന്മാർ അവിടെ സ്റ്റേജിൽ കുത്തിരിക്കുക. നൗഷാദാശിമരും പറയാം, ഞങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടുമല്ലോ. എന്നിട്ട് ഇയാൾ നീച്ചിട്ട് മഹാന്മാരോടുള്ള ഇത്തിഹാസ ശിർക്കാണെന്ന് നൗഷാദാശിന് സമ്മതിച്ചിരിക്കുന്നു. നരമ്പ് കുലുക്കിയിട്ട് ഇയാൾ പറയാം, റഹ്മാൻ അറബെ പച്ച മലയാളത്തിൽ പറഞ്ഞ് ഇക്കോളത്തിൽ തട്ടിപ്പെടുത്തുകയാണെങ്കിൽ അറബിയിൽ എന്തൊക്കെ നടത്തുമ്പോൾ തട്ടിപ്പ് അതൊക്കെ ചെബുട്ടിരാ സീഡി പരിശോധിച്ചു നോക്കണം. പറയാത്തത് പറഞ്ഞ പിൻവലിക്കണം, എന്നിട്ട് ചർച്ച മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറഞ്ഞു. അവര് നടത്തിയില്ല. കാരണം അവർക്ക് അവിടെ വെച്ച് നിർത്തണേ. കാരണം സംഗതി ആകെ വശമായിക്കണ്. ഓരോ ചോദ്യം നമ്മളെ മറുപടിയാ, എന്നിട്ട് അവർ കുഴങ്ങിക്കണം. അപ്പൊ നമ്മളെ ചോദ്യം ആകുമ്പോൾ കുഴങ്ങുന്നവർക്ക് അറിയാം എന്തായിരുന്നത്. അപ്പൊ നിർത്തണം എന്ന് വിചാരിച്ചിട്ട് ഇവരെ നിർത്തി. പക്ഷെ നമ്മൾ തീരുമാനിച്ചു പോണോടത്തോളം പോട്ടെ. അങ്ങനല്ലോ വേഗണ പേരക്ക് ഭരിക്കുന്ന ഒരു ലാഭം എന്ന് പറഞ്ഞ മാതിരി പിന്നെ സംഭവിച്ചതാണ്. ആ രംഗമാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാൻ മുഹൂർത്തം ഒന്ന്. അപ്പൊ കളവ് പിടികൂടുന്ന രംഗം വഞ്ചന വരെ കൂടെ പറക്കാം. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് അഹ്സനി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്ന കാരണം കിട്ടിയാൽ മതി. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് അഹ്സനിമാർ സമ്മതിച്ചിരിക്കുന്ന ഈ വാദപ്രതിവാദം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. പച്ചക്കളവ് പറഞ്ഞതാണ്. പച്ച മലയാളത്തിലല്ലേ സീഡി പിടിക്കുന്നുണ്ടല്ലോ. ഓടി എല്ലാവരും 3-4 ദിവസം വെച്ച് പിടിക്കുന്നുണ്ട്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത സംഗതി കിട്ടും. ആവശ്യപ്പെട്ടു
ഇതിനാവശ്യപ്പെട്ട് നോക്കുമ്പോ കടുങ്ങനെ മുതലേം വിളിച്ച മതി. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ബട്ടൺ അമർത്തിയത് റിവേഴ്സ് ഇട്ട സംഗതി കിട്ടൂലേ? പറ്റൂല. അത് ചുഖങ്ങള് ദമ്പ് പിടിച്ചു എന്തിനും നിന്ന് കിട്ടട്ടെ വിചാരിച്ചു. ഞമ്മളാണെങ്കിലോ നടന്ന് കിട്ടട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ നടക്കട്ടെ. ഞാൻ സീഡി പിന്നെ ഇറങ്ങുമ്പോ കാണാറോ വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നല്ല കോലുണ്ടാവും ഇങ്ങനെ. ഇവർ ഈ കുടുങ്ങണതും കയ്യോട് കൂടെ പിടികൂടുന്നതും നൗഷാദ് പിന്നെ ചോദിക്കുന്ന കിട്ടോക്കുമ്പോ നല്ല മട്ടും ഉണ്ടാവും. ഒന്ന് കണ്ടോളിങ്ങൾ. അല്ലാഹു അക്ബർ. നിങ്ങൾ പറയും, നിങ്ങളെ വിടാൻ പോകുന്നില്ല. പച്ച നുണ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ദജ്ജാലൂന കദ്ദാബൂൻ, കളവ് മാത്രം പറയുന്നവർ. ഇനി ഇന്ന് വിടൂല. മധ്യസ്ഥന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാനിവിടെ മഹാന്മാരോട് സഹായം തേടാൻ ശിർക്കാണെന്ന് ഞാൻ സമ്മതിച്ചു എന്നല്ല പറഞ്ഞു. എടുക്കും ബാക്കി കാര്യം പിന്നെ. ഇത് കാണിക്കണം, സീഡി കാണിക്കണം. നിങ്ങൾ കള്ളന്മാരാണ്. തെളിയിച്ചേ ഞങ്ങൾ വിടും. മുഖത്ത് നോക്കിയാ പറയണത്. നോക്കണം, ഉടുപ്പില്ലാതെ കേട്ടിരിക്കുന്നുണ്ട്. വർണ്ണമായിരുന്നു. കാരണം കൈ തൊണ്ടി സൈതം പിടിക്കാം. ഇങ്ങനെ ഉണ്ട് ഒരു കക്കൽ. പച്ച മലയാളത്തില് അതും പച്ച പറയുമ്പോ ഓർക്കണത് ഞങ്ങളാണ്. നിങ്ങള് വ്യവസ്ഥയിലുള്ളത് കൊണ്ടാണ് ആവശ്യപ്പെട്ടത്. എല്ലാവരും ഇരുന്നോളൂ. എന്റെ വാദം മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ മൂപ്പര് പറഞ്ഞേ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് തെളിയിക്കണം. പിന്നെ സംവാദത്തിന് ആവശ്യമുണ്ടോ? ആകപ്പാടെ നമ്മൾ സംവാദത്തിന് പോയത് എന്തിനാണ്? മഹാന്മാരോടുള്ള സഹായത്തെ ശിർക്കല്ല, അത് തൗഹീദാണ് തെളിയിക്കാനോ? ഇവര് പറയാനുള്ള കാരണമല്ലേ നമ്മൾ ചോദിച്ചത് അല്ലേ? ഓന്റെ മുജാഹിദീങ്ങൾ നിങ്ങൾക്ക് സെക്രട്ടറി നേരത്തെ ചോദിച്ചിട്ടുണ്ടോ? അത് ഇതിൽ ഇത്രത്തോളം ചർച്ച മാത്രമുണ്ടോ? നെല്ലിക്കുത്ത് ഉസ്താദ് വഫാത്തായി പോയി. അള്ള ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. ഉസ്താദ് പാരയല്ലേ പിടിക്കുരം ഇന്നിക്കണ്ടിങ്ങനെ പയ്യനെത്ര പല്ലുണ്ട് തമ്മിൽ തർക്കിക്കാൻ. അതാ തൊള്ളി കഴിച്ചിട്ട് തപ്പിയാ കിട്ടൂലപ്പോ. തർക്കിച്ചേണ്ട ആവശ്യമുണ്ടോ? ഇതിന് ഉഷാരി പറഞ്ഞിക്കണോ അല്ലേ എന്നുള്ളത് നേരെ സീഡി പിടിക്കണ മനുഷ്യന്മാരിൽ ഓരതും പിടിക്കണം, നമ്മളും പിടിക്കുന്നുണ്ട്. രണ്ട് സെറ്റ് വീതാ പിടിക്കണത്. ആ പിടിച്ചതൊന്ന് റിപ്പീറ്റ് ചെയ്താ കിട്ടും പറഞ്ഞിക്കണോ അല്ലേ? പക്ഷെ വടി മുണിഞ്ഞ മാതിരി ഇരിക്കുന്നുണ്ട്. എത്തിയിട്ട് കരിമ്പിലാക്കി നോക്കാൻ നിങ്ങൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. മരിച്ചു പോണ്ട മനുഷ്യന്മാരെ നിങ്ങൾക്ക് വേണ്ടേ? മനുഷ്യന്മാരുമ്പ് കറങ്ങണ്ടേ നിങ്ങൾക്ക്? ഈ അധുനാധുനിക യുഗത്തിലൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് മനുഷ്യന്മാര് കാണൂലേ, കേൾക്കൂലേ? ഇന്ന സംഅവൽ ബസറവൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഈ ക്ലിപ്പൊക്കെ പാട മനുഷ്യന്മാര് കേൾക്കൂലേ? സമ്മതിച്ചിരിങ്ങള്. പക്ഷെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? നമ്മൾ മാനവികതന്റെ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിഷയം പൂർത്തിയാക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് കിട്ടുന്ന ചാൻസ് ഇപ്പുറത്തുണ്ട്. അത് മുടക്കാൻ അവര്. കാരണം എന്താ? നമ്മൾ കാന്തപുര ഉസ്താദ് അരിയകളല്ലേ. അത് നമ്മക്കറിയാം ഇക്കുമത്ത് എങ്ങനെയെന്നുള്ളതൊക്കെ ഉസ്താദ് ഒരു മുഴം അങ്ങോട്ട് കൂട്ടിയിട്ട് ചിന്തിക്കണം ഉസ്താദ് എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് നമ്മൾ താന്നോർത്താലും വേണ്ടില്ല, വിഷയം അക്ക് ബോധ്യപ്പെടട്ടെ. ഞാൻ സീഡി ഇറങ്ങുമ്പോ പിന്നെ കാണാലോ. ഇപ്പൊ ഇങ്ങനെ മുജാഹിദീങ്ങള് നേരഞ്ഞേപ്പ് ഇനിയിപ്പോ തിരിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ കളിച്ച കളിയാണത്. നോക്കിങ്ങള് ഇന്നിട്ട് നിർത്തിയില്ല തട്ടി. അതാണ് എന്നിട്ട് പിന്നെ ഹദീസ് ഓതിയിട്ട് പറഞ്ഞു അത് ഹദീസിന്റെ വാക്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ഇതാ സക്കീറിയതായി പറഞ്ഞത്. ഈ സുന്നിയാലോട്ട് സമ്പാദനം നടത്താൻ പോണ സമയത്ത് നിങ്ങൾ തൊള്ളിയും കാട്ടി പോകാൻ പറ്റൂല. കിതാബ് നല്ലോണം നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളെ നിൽക്കുന്ന പോക്കാൻ വിളിച്ചാൽ നിങ്ങൾ വരൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരാന്ന്. അപ്പോ ഇവിടെ സീമാവ് താരിഖ് കയ്യോട് കൂടെ പിടികൂടി. അത് പിടികൂടിയപ്പോ കുടുങ്ങിയില്ലേ? ഒന്നിട്ട് കൊടുക്കും നിങ്ങൾ ആ സീമാവ് താരിഖ് കളവിലൂടെ തന്നെയാ. പിന്നെ ദജ്ജാലൂന കസ്സാബൂനൊക്കെ ഓതിയുണ്ടല്ലോ. അതിന് ബാക്കി എന്താ? സീമാഹു മുത്തഹലി. അവിടെ വായിച്ചാളി. ഈ മുസ്ലിയാക്കന്മാര് തലപ്പാവിനകത്ത് തലമുടി വളർത്താൻ തുടങ്ങിയത് സീമാഹു മുത്തഹലിക്ക് എന്ന ബാക്കി ഭാഗം ഞങ്ങൾ ഓതി തന്നത് മുതലാണ്. അതാണ് ഈ വസ്തുത. അപ്പോ അത് തലമുടി മുണ്ടനം ചെയ്യലാണ് അവർക്കുള്ള അടയാളമെന്നുള്ള ഭാഗവും കൂടി ഞങ്ങളുടെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കുറച്ചാൾക്കാർ മുടി വളർത്താൻ തുടങ്ങിയത്. അതാണ് ഈ ആളുകളുടെ അവസ്ഥ. അതുവരെ എന്താ? തലമുടി മുണ്ടനം ചെയ്യലാണെന്നത്തെ പുണ്യം, അതാണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ച ആൾക്കാരാണിത്. ഇപ്പോ ഈ മുടിക്കച്ചവടങ്ങൾ നടക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ബർക്കത്തുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടതൊന്നും മുടിക്ക് ബർക്കത്തുണ്ട് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തോന്നുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്.
ഇപ്പോ വീണ്ടും ഇയാൾ വിഷയം വിട്ട് ബർക്കത്ത്, നിഅമത്ത്, റഹമത്ത് തുടങ്ങിയിരിക്കുന്ന കാര്യത്തിലേക്ക് വന്നു. ഞങ്ങൾ അതാ പറഞ്ഞത്. ഇതിപ്പോ ശുദ്ധ തട്ടിപ്പ് നടത്തിയാൽ സീമാവത്താലിക്കാൻ അതീശ ബാക്കിയല്ല. അത് ഇൻസ്റ്റാൻ തുറന്നുകൊണ്ട് പറഞ്ഞിരുന്നു. ഒന്ന് കേട്ടോളിങ്ങൾ. കയ്യോട് കൂടെ പിടികൂടുകയാണ്. എന്നിട്ട് അവിടെ മുണ്ടിടില്ല. ആകെപ്പട അണ്ടിപ്പോയ അണ്ണാന്റെ മാതിരി അതുവരെ തെക്കിബീർ ചെല്ല തൊഴിലാളികളും തീർച്ചയർച്ച ആൾക്കാരും ഈ സീമാവത്താലിക്ക് ഈ അതീശിന്റെ ബാക്കിയാണോ കാണിക്കണോ എന്ന് പറഞ്ഞു നോക്കുമ്പോ മരിച്ച പരീക്കുന്ന മാതിരി. അത് ആക്സിഡന്റ് മരണം, അസുഖമായിട്ടുള്ള മരുന്നുമല്ല. അങ്ങനെ ഉണ്ടല്ലോ, അപ്സെറ്റ് ആയിട്ട് എന്തൊക്കെ കാട്ടുണ്ടെന്ന് അറിയാതെ അങ്ങനെ എല്ലാവരും മുഖത്തോട് മുഖം ഒരു മുഖാമുഖം ഒരു 50 നടത്തുക. കീലത്തിൽ പറച്ചിലുണ്ട്. കൊട്ടപ്പുറത്തുനിന്ന് ഇങ്ങനെ എ പി ഉസ്താദിന്റെ ചോദ്യം കുറിക്കണ് കൊണ്ടുപോകാൻ. ഇവര് അന്ന് അബ്ദുസലാം സുല്ലമി ഉണ്ട്, അതുപോലെ തന്നെ ഉമർ സുല്ലമി ഉണ്ട്, ചെറിയ മണ്ടൻ അബ്ദുൽ ഹമീദ് ഉണ്ട്, എ പി ദുൽഖാദർ മൗലവി ഉണ്ട്. ഇവരൊക്കെ പറാഭാഗത്ത്. ഇപ്പുറത്തെ നമ്മളെ ചെറിയ പി ഉസ്താദ്, അണ്ടോൺ ഉസ്താദ്, നാട്ടിക സുലേര്, അങ്ങനെ എ പി ഉസ്താദ് തുടങ്ങിയിട്ട് നമ്മളെ ആൾക്കാരൊക്കെ പൊറുത്തും. ഇങ്ങനെയുള്ള ഒന്നുണ്ട്. അപ്പൊ അതിങ്ങനെ അവതരിപ്പിക്കുമ്പോ എ പി ഉസ്താദ് ശിർക്ക് എന്നാൽ എന്ത് എന്ന് ചോദ്യം ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പോ മറുപടി പറയാൻ പറ്റുന്ന പോയി. അപ്പം എ പി ഇങ്ങനെ നേരെ ചെറിയമണ്ടത്തിനടുത്ത് ഇങ്ങനെ, ചെറിയമുണ്ടാണെങ്കിൽ ഇങ്ങനെ മറ്റൊരു ഇങ്ങനെ വോളിബോൾ തട്ടി കളിച്ച പോലെ കളിച്ചിരിക്കുകയാണ്. കാരണം ആരാണ് മറുപടി അറിയേണ്ടതെന്ന് അറിയാം എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഈ സീമാവുത്താലിക്ക് എന്ന് പറഞ്ഞത് എവിടെ ഏതീസ വായിക്കാൻ ചോദിച്ചപ്പോ അവിടെ അതേപോലെ അപ്പുറത്ത് വേറുണ്ട് ചങ്ങായി ഷഫീഖ് ഒക്കെ ഒരു ജാതി ചങ്ങായിമാർ. ഇവർക്ക് ആർക്കും ഉണ്ടാല്ല. അരിമതിനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആകപ്പാടം എന്തോ ഒരു മല തലമക്ക് ഇടമായിരിക്കും. അക്കുമാരത്തിൽ ആ ഇരുത്തൊക്കെ ഒന്ന് കാണണ്ട മുതൽ തന്നെ ഒന്നിട്ട് കൊടുക്കത്. അവന് ഉഷാദേശം ചോദിക്കണ്ട സീമാവുത്താലിക്ക് ഇതേത് ഹദീസിന്റെ വാക്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കളവുകളുടെ ഘോഷയാത്ര അതിന്റെ ബാക്കിയിലുണ്ടത്രേ സീമാഹുമുത്തഹലീഖ്. വെല്ലുവിളിക്കുന്നു നിങ്ങളെ കാണിക്കത് പച്ചനുണ. നുണ പറയാനായിട്ട് പോകുന്നതാ. അത് വ്യവസ്ഥയിലുണ്ട്. ഏത് അത് ടേപ്പ് കാണിക്കട്ടെ, കിതാബെടുക്ക്. എവിടെ ഹദീസിന്റെ ബാക്കിയിൽ എവിടുന്ന് ഞങ്ങൾ വരണ്ടേ? ആ ഹദീസിന്റെ ബാക്കിയിൽ അതില്ലണ്ടേ കൊണ്ടുപോവാ. എടുക്ക് ഈ ഹദീസ് കഥാബിന്റെ ബാക്കിയിൽ എവിടെ എവിടേത് പറയൂ നിങ്ങൾ. കളവ് പിന്നെ നിങ്ങൾ കാണിക്കൂലെന്ന് ഞാൻ പറഞ്ഞു. എന്നാ കാണിക്കട്ടെ. കഴിവിലങ്ങള് നിങ്ങളോട് പ്രതികരിക്കരുതെന്ന് പറഞ്ഞ ബാക്കി എടുക്കില്ലെന്ന് ഉറപ്പ്. അതുകൊണ്ട് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കള്ളമേ പറയും സീമാവത്തെ ഹലിമിക്കുകള്. പിന്നെ ഓതിയായിട്ടില്ല ഇന്തതൂ. ചോദിക്കട്ടെ ഞാൻ അതിലൂടെ മരിച്ചോലെ ഒന്ന് പറയുക. ഇൻ മരിച്ചോല, തദൂ മരിച്ചോല, ഹൂ മരിച്ചോല. പറയൂ നിങ്ങൾ. എവിടെ മരിച്ചവരെന്നതിൽ അത് നിങ്ങൾ ഉണ്ടാക്കി. അതാ ഞങ്ങൾ ആ ആയത്തതിന് തെളിവല്ല. ഏതുപോലെയെന്നറിയോ? ഒരാൾ ഹോട്ടലിൽ ചായ കുടിക്കാം. അപ്പൊ വേറൊരു ആയത്തോതാണ് കുടിക്കലടാ ചായ. ഇന്നമൽ ഖബ്റു വൽ മൈസൂർ വൽ അൻസാബ് വൽ അസ്ലാമു ജിസ്മിൻ അമൽ ശൈത്താൻ. കള്ള് മഹാ പാപ്പല്ലേ ചങ്ങാതിമാരെ. ഇസ്ലാമിലൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താ? ഇമാം റാജി പറഞ്ഞു, ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു. ഒരടിമ അവന്റെ ദൈവത്തോട് നടത്തും. അപ്പൊ കണ്ടങ്ങൾ മിണ്ടിയോ? എന്തേ മൗലവിമാരെ നിങ്ങൾ അണ്ണാക്കലെന്താ പിണ്ണാക്ക് കുടുങ്ങിപ്പോയോ? എന്തേ ഒറ്റക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാടൊടുക്കി വെടിവെച്ചിട്ട് എന്ത് നോണിയും പറഞ്ഞ് പ്രസംഗിക്കാം. പക്ഷേ കാന്തപുരം ഉസ്താദിന്റെ മക്കളെടുത്ത് നടക്കൂല. അത് ബോധ്യപ്പെട്ടില്ലേ? ഉസ്താദായിട്ട് ഐസിൻ ഉസ്താദ്, ചാപ്പനങ്ങാടി ഐസിൻ ഉസ്താദ്, അള്ളാഹുക്കൊക്കെ ദീർഘായുസ്സും കൊടുക്കട്ടെ. വലിയ എ പി ഉസ്താദ് വന്നിട്ടില്ല, ചെറിയ പി ഉസ്താദ് വന്നിട്ടില്ല, പേരോട് ഉസ്താദ് വന്നിട്ടില്ല. ഇനി അതിന് താഴെ മാളേക്കൽ കോലത്തിന് ഓരും വന്നിട്ടില്ല. ഈ കോലത്തിന് ഈ ചെറിയ ഞങ്ങളെ മുമ്പ് കോലത്തിലാക്കി മൗലവിമാരെ കുറച്ച് വലിയ ആൾക്കാരെ മുമ്പിൽ എത്തിയാൽ നിങ്ങൾക്ക് സ്റ്റേജിൽ വന്ന് ഇറങ്ങി പോരാൻ കഴിയോ? നല്ലക്ക് മുട്ടുകാലം ഇങ്ങനെ കൊട്ടലൊടങ്ങൂലേ? വച്ചിട്ട് ഞാൻ പറയല്ല, സെക്രട്ടറായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വാദപ്രയാത്ര പോകാൻ കഴിയൂല. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സെക്രട്ടറായി പറഞ്ഞോട്ടെ. ഒന്ന് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻ പെടുന്നതിന് വന്ന് വണ്ടി ഇറങ്ങും, മജീസറായി തിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും. മറ്റേ കയറണമാതിരി സുന്യാലായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമുത്ര സാഹിത്യം വായിച്ച മുഖാമുഖം കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. അതുകൊണ്ട് ഇരിക്കണോ? ഇരുന്നിട്ട് അധ്വാനിക്കണോ? എന്നിട്ട് പോകണം സമ്മാനത്തിന്. അതിന് വിളിച്ചപ്പോഴൊക്കെ മൊബൈൽ ഓഫ് ആക്കിയാലോ? അപ്പൊ ചെക്കന് പറഞ്ഞു ഞാനും ഓഫ് ആക്കിയ. പിന്നെ എങ്ങനെ പോകുന്നു? എന്തൊക്കെയാണ് റബ്ബേ ഇവരെ ഉള്ളിലുള്ളത് നിങ്ങള്. ഇവരെ ഉള്ളിൽ ചില്ലറില്ല. അതുകൊണ്ടല്ലേ പരിപാടി മുടക്കലും തിരിച്ചലും. അതായത് ഇത് കൂട്ടരെ തൗഹീദ് സംഘല്ല, തട്ടിപ്പ് സംഘം. അതാ റസൂലുള്ളാഹി പറഞ്ഞത്
നിങ്ങള് കൂട്ടിക്കരത്തി വഞ്ചിക്കുക, കദ്ദാബൂന, കളവ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ കളവ് അറിയാം നിങ്ങൾ. പിന്നെ നിങ്ങൾ നിങ്ങളെ പാപ്പാട് കേൾക്കാത്ത കുറെ കൊണ്ടുവരാ, എന്നിട്ട് 4 ഹദീസ് ഇന്നൊന്ന് പറയാം, നാളെ തിരുത്തി പറയാം. അവൻ നിങ്ങൾ ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, പറഞ്ഞിക്കണ്, ഇപ്പൊ നിങ്ങൾ തിരുത്തി പറഞ്ഞോ, ഇതും പറഞ്ഞിക്കണ്. അപ്പൊ എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അത് തെളിവില്ലായിട്ട് തന്നെ തലച്ചുക നിങ്ങൾ. അപ്പൊ എന്തായാലും പറഞ്ഞ തെളിവ് ഒടുക്കിയപ്പോ പോയത് ഇപ്പൊ ഖുർആൻ സുന്നത്ത് ഇപ്പൊ ഇറങ്ങി. അപ്പൊ ഇന്നലത്തെ മൗലവിമാരൊക്കെ രാമായണം നോക്കിയിട്ടാ പറഞ്ഞ്, ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോ വേറെ മൗലവി ഈ പറഞ്ഞ തെറ്റാണ് തിരിച്ചോ, തിരിച്ചിക്കണ്, അതിന്റെ തെളിവില്ലായിട്ട് തന്നെ. പിന്നെ ആഹൃതമാണ് ദജ്ജാലിന്റെ ഒപ്പമുള്ള 4 മൗലവിമാരുടെ സ്വർഗത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് പറയുന്നവരാണ് ഇവരൊക്കെ കുരു. ഈ സെക്രട്ടറിയൊക്കെ കുരുവാണ്. എത്ര മാസം പറ്റി അയാളെന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾ. കുരുത്തിനെ പറ്റി ഉളുപ്പില്ലാതെ പറയാണ്, ഉണ്ട് മാറ്റിക്കണ്, തെളിവില്ല. എനിക്ക് ബലോട് അത്ഭുതമില്ല. ഇത് കേട്ട് അനുസരിക്കണ അനുയായികളോടാണല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോ ഇങ്ങനെ പഴയ അൽമുർഷിദിൽ പഴയ അമലിയാസില് സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതിൽ ഖുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. എന്താ അത് സ്വീകരിക്കാത്തത്? അതിന് തെളിവില്ലാത്തത് കൊണ്ട്. ഇതായിട്ടായി പ്രസ്ഥാനം. നിങ്ങൾ ആലോചിച്ചാൽ എന്റെ കൗമ, എനിക്ക് ഈ മൗലിമാരോട് ഒരു പരാതിയില്ല. കാരണം ഐറ്റങ്ങൾ തന്നെ മൈഷത്തിന് വേണ്ടി ഇങ്ങനെ നടക്കാൻ നടന്നോട്ടെ. പക്ഷെ ഈ ഒപ്പം നടക്കണം നിങ്ങൾക്ക് കൂട്ടരെ കുറച്ച് ഇത് വേണ്ടേ? പണ്ട് കാക്ക പറഞ്ഞ മാതിരി സൈക്കിള് മേത്തുത്തിയപ്പോ കാക്ക പറഞ്ഞില്ല, മനെ എന്റെ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പാജിന്റെ മേത്ത് തട്ടുവന്നു. പക്ഷെ ഞാൻ പരമാവധി കേറിയിരുന്നു. കുറ്റം എന്റെ അടുത്തല്ല, എന്റെ അടുത്ത് തന്നെയാണ്. എന്നെ കണ്ടപ്പോ ഞാൻ മരത്തുന്ന കയറേണ്ടി, പക്ഷെ മരം ഉരുക്കായി പോയി എന്ന് പറഞ്ഞതുപോലെ കുറ്റം മൗലിമാർക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ്, സാധാരണക്കാർക്ക്. കാരണം നിങ്ങളൊപ്പം നിന്നിട്ടല്ലേ മൗലിമാരിത് പറയണേ, അല്ലെങ്കിൽ ഓരോരോ ബൈക്ക് പോകൂലേ. ഇപ്പൊ തന്നെ ആലോചിച്ചൊക്കെ നിങ്ങൾ ശിർക്കടക്കം മാറി. ഈ കർമ്മം മാറുന്നാല ശിർക്കടക്കോ 2008 പറഞ്ഞ് 2010 ആയപ്പോഴേക്ക് ന്യായീകരണം ഒന്നിട്ട് കൊടുക്കുന്നതൊക്കെ പറഞ്ഞ 2008 ജനുവരിയിൽ ശിർക്കാണെന്ന് പറഞ്ഞ കാര്യം 2009-ലും 2010-ലും ഒക്കെ ഇവർ തന്നെ ന്യായീകരിച്ചില്ലേ? ആര് ന്യായീകരിച്ചു? അബ്ദുറഹ്മാൻ സലഫി ന്യായീകരിച്ചു, അനസ് മുസ്ലിയാർ ന്യായീകരിച്ചു. അതിനുശേഷമാണ് 2011-ൽ കാസർഗോഡ് ഹദീസ് സെമിനാറിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്കതിലുള്ള കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്, എന്ത്? കാസർഗോഡ് ഹദീസ് സെമിനാറിലെ ഇസ്ലാഹിലെ വാചകം വായിച്ചുകൊണ്ടൊരു പ്രവർത്തകൻ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിലെവിടെ ശിർക്ക്? അപ്പൊ അതിലെവിടെ ശിർക്ക് എന്ന് ഇവരൊക്കെ ചോദിച്ചതാ. അനസ് മൗലവി ചോദിച്ചതും, അതുപോലെ അനീഫ് കായക്കൂടി അംഗീകരിച്ചതും, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫി ചോദിച്ചതുമാണ്. എന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോ കുറ്റപത്രത്തിൽ പറയുന്നത് എന്താ അറിയോ? ഈ ചോദ്യം ജായിദാണെന്ന് തെളിയിക്കാൻ സക്കരിയ സലാഹി അഹ്മദ് ബിൻ ഹംബലിന്റെ സംഭവം എടുത്തുന്ന, അതിനുവേണ്ടിയല്ല. അത് ശിർക്കല്ല, അത് സഹീഹാണെന്ന് വിചാരിച്ച് അമൽ ചെയ്ത ഇമാം അഹ്മദ് ശിർക്കിലകപ്പെട്ടിട്ടില്ല. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബലിന് ശിർക്കും തൗഹീദും മനസ്സിലായില്ല എന്ന് വരുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളൊക്കെ ഒരു സ്നേഹം പറയുന്നത്, ഭയങ്കര സ്നേഹം. ഇമാം അഹ്മദ് ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയണത്? എന്നെ ജാതി ഒലിപ്പിച്ചിട്ട് തുടങ്ങിയത് അവിടെ. ഇത്രയും കാലം ബുഖാരിമാവും കണക്കി, ഇബ്നുമാറും കണക്കും ഒക്കെ കണക്കി. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സ്നേഹോ. ഞാൻ പറയും 2008 ശിർക്കായത് 2010 തൗഹീദ്, 2010 തൗഹീദ് 12 ശിർക്ക്. ഇതിങ്ങനെ എന്താ കൂട്ടെ? കുരുളകിന്റെ വില അതോ റബ്ബർ ഷീറ്റിന്റെ വില? ഇത് മാറുമോ? തൗഹീദ് ശിർക്ക് അങ്ങോട്ടും വലിയ രസമല്ല. ഈ ശിർക്കും തൗഹീദും മാറ്റുന്നതിനനുസരിച്ച് ആയത്തോതി സൂത. എന്നിട്ട് ആയത്തില്ലോ ഞാനുള്ള സെക്രട്ടറി പറയാണ്, ഈ വിഷയമായിട്ട് ആയത്തിന് ബന്ധമില്ല. ഇത് നമ്മൾ മുമ്പേ പറയുന്നതാണ്. മുശ്രിക്കീങ്ങൾക്ക് എതിരെ ഇറങ്ങിയ ആയത്ത്, ഈ ആയത്ത് നമ്മക്കെതിരെ ഓതാണ്. നമ്മളെ ഇസ്തിയാസിയായിട്ട് ഇപ്പൊ ഓതുന്ന ഒമന്നോ ഇയാക്കോ വരാത്തോ ഒന്ന് ഈ ഓതുന്ന 19 ആയത്തിനും നമ്മളെ ഇസ്തിയാസിയായിട്ട് ബന്ധമല്ലാന്ന് പണ്ടേ പറയണതാ. അന്ന് കേട്ടില്ല. ഇപ്പൊ സെക്കരിയ പറയാ, ആയത്ത് ഓതിയിട്ട് കണ്ടില്ലേ, ദുര്യാഖ്യാനം ചെയ്യാണ്. ആയത്തും പ്രശ്നവും നമ്മുടെ ബന്ധമല്ലോ. ഇസ്ലാമിക ജീവിതത്തിലുണ്ട്, അത് പോയി വായിച്ചു നോക്കണം. ഈ മുസ്ലിമിനുണ്ട്, അത് പോയി വായിച്ചു നോക്കണം. ആര് വായിച്ചു നോക്കണം? അതിപ്പോ ഇയാള് പറയണം. അപ്പൊ പറയാൻ കഴിയുന്നില്ല. അതാണ് വാല് അമ്മിന്റെ ചോട്ടിലായിപ്പോയി. ഹദീസ് നിഷേധികൾ അമ്മിന്റെ ചോട്ടിൽ വാല് വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ഗതികേട് നിങ്ങൾ എത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ?
ശിർക്കാരോപണ മീറ്റിംഗ് അവിടെ നടന്നത്. ഇടവണ്ടെങ്കിൽ കൂടിയത് ശിർക്കാരോപണ മീറ്റിംഗ്. രാവിലെ 10 മണി രാത്രി 10 മണി ആയത്തിങ്ങനെ ഓതുക. ഇത്രയും ആയത്തുള്ള വിഷയമാണിതെങ്കിൽ ഏതൊക്കെയാ ഓതുന്നത്? മുജാഹിദുകൾ ആദ്യമായിട്ട് കേൾക്കുക. 2012 ഇറങ്ങിയ പുതിയ ആയത്ത് ഇതാരും കേൾക്കാത്തതാ. എന്താറിയോ? മുജാഹിദ് പ്രവർത്തകരെ ആദ്യം മുശ്രിക്കായി ചിത്രീകരിക്കാം, ഖുറാബികളെ പോലെ ശിർക്കന്മാരായിട്ട് അവതരിപ്പിക്കുക. എന്നിട്ട് ശിർക്കന്മാർക്ക് അതിൽ ഓതുന്ന ആയത്തൊക്കെ അങ്ങനെ ഓതുക. പിന്നെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് തെളിയിക്കുന്ന അറബ് ലോകത്തെ പണ്ഡിതന്മാരെ ഫത്വകൾ ഇങ്ങനെ വായിക്കുക. അപ്പോ സാധാരണക്കാരൻ വിചാരിക്കും സംഗതി പറ്റബല് ശിർക്കൊക്കെ പോയിക്കണട്ടാ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ആയത്തൊക്കെ ഇവിടെ ഓതുവോ. അതാണ് മൂവർ സംഘത്തിന്റെ കുതന്ത്രത്തിന്റെ കുട്ടൻ. മൂവർ സംഘത്തിന്റെ കുതന്ത്രത്തിന്റെ കുട്ടൻസ് അല്ല, ഒരു നൂറ്റാണ്ട് തികയാത്ത മുജാഹിദിന്റെ കുട്ടൻസ്. ഇത്രയും കാലം ഈ ആയത്തോതിയിട്ട് സകലമാന പണ്ഡിതന്മാര് കാഫർ മുശ്രിക്കാക്കുമ്പോ ഒന്നുമില്ല കുത്തുന്ന ചിരിക്കേനു. ഇപ്പൊ ഇങ്ങനെ ചൊറിയാ കുത്തുന്നിട്ട് ഇങ്ങനെ നമുക്കെതിരെ ആയത്തോത് തന്നെ, നമുക്കെതിരെ തന്നെ അല്ലേ. ചൊറിയുമ്പോ ചെറിയൊരു സുഖം ഉണ്ടാവും, പക്ഷെ പിന്നെ നൂറും. അതന്നെ ഞങ്ങൾക്കെതിരെ ആയത്തോതി എന്ന് തിരിച്ചില്ലേ. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള് സഹിക്കന്നെ എത്രത്തോളം അതിന് വരെ ചെയ്തല്ലോ. ഇവരെ പ്രസിഡന്റ് അടക്കോ ഞങ്ങളെ മുശ്രിക്കാക്കാനും ഇങ്ങോട്ട് പറയാനും തുടങ്ങിയില്ലേ. സങ്കടം പറയും. പറഞ്ഞോട്ടെ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാക്കിയ തന്ത്രമാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് എല്ലായിടത്തും ജമിയത്തിലും ആ വിശദീകരണം നടത്തിയത്. അതിന്റെ 2ാം ഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിലും ചിലപ്പോൾ തന്നെയായിരിക്കും വിഷയം, യാതൊരു സംശയമല്ല. എത്രത്തോളം TP അബ്ദുള്ള കോയ മദനി വരെ പറയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്നൊരു തർക്കം മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായി എന്ന് പറയുന്നത് ആരാ? അബ്ദുള്ള കോയ മദനി. ഒന്ന് കേൾപ്പിച്ചെടുക്കുമാനെ. എന്നാൽ മുജാഹിദികളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നവൻ ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കും. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അവസാനിപ്പിക്കണം നമ്മളിവിടെ. പച്ചക്കള്ളം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആര്? TP അബ്ദുള്ള കോയ മദനി പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ പ്രസ്ഥാനത്തിന്റെ ഒരു അധപ്പതന ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. പച്ചക്കള്ളം നമ്മൾ പറയല്ല, ജക്കരസ്വലയ്യ പറയുന്നത്. ഇപ്പൊ അർത്ഥം മുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും മാറ്റം ചെയ്തും കിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുജാഹിദുകൾക്കിടയിൽ അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ടായിട്ടുണ്ടെന്ന് പച്ചക്കള്ളം നമ്മുടെ പ്രസിഡന്റ് പോലും പറയുന്ന ഗതികേട് ഈ പ്രസ്ഥാനത്തിൽ. ഇതൊന്നും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എത്ര കാലമായി ഞങ്ങൾ മനസ്സിൽ കൊണ്ടെടുക്കാനോ. ഇപ്പൊ എനിക്ക് ലൈസൻസ് കിട്ടിയാണല്ലോ, പുറത്താണല്ലോ, ഇന്ന് ഒരു വിലക്കുമില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പറയാണ്ടെങ്കിൽ കടലുണ്ടിക്ക് വേണ്ടി മാത്രം എടുത്ത കുറച്ച് ക്ലിപ്പുണ്ട് ജീപ്പിന്റെ നാട്ടിൽ കയറ്റി. എല്ലാവർക്കും വേണ്ടത് കൊടുക്കും. ഒരു കൊല്ലം വരും തെറ്റിദ്ധരിപ്പിച്ചാണല്ലോ, ഒരു കൊല്ലം നമ്മളൊന്ന് വിശദീകരിക്കട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടേ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിൽ മുജാഹിദുകൾക്കിടയിൽ തർക്കമുണ്ടായി എന്നാണ് TP പല സദസ്സിൽ വെച്ചും പറഞ്ഞിട്ടുള്ളത്. പച്ച കള്ളമാണത്. അങ്ങനെ ഒരു തർക്കം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നതാണ്. പച്ച കള്ളം ആര്? പ്രസിഡന്റാ പറയണത്. നിങ്ങളോ വാക്ക് ഒറ്റ ചട്ടിക്ക് കാണാൻ പറഞ്ഞ കയ്യിൽ കയറണായിരുന്നു. ബാക്കി പ്രസിഡന്റ് തന്നെയാണ്. നിങ്ങൾ പണമല്ലേ, പണപൂരികളും കള പറയാ, മറ്റവരും കള പറയാ. കാലത്തിൽ യഹൂദ യസത്തിന്റെ സറാ ചെയ്യും, കാലത്തിന്റെ സറ യസത്തിൽ യഹൂദരാ ചെയ്യുന്ന പറഞ്ഞ മാതിരി നിങ്ങളൊക്കെ കണക്കാ. 2 കൂട്ടം അങ്ങോട്ടും ഒക്കെ ശേലാശി തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങള് എല്ലാം കണക്കന്നെ. പക്ഷെ അതൊക്കെ പറയുമ്പോഴും നമ്മളെ കായ്പടി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതിനൊക്കെ ശേഷം വണ്ടൂര് ഒന്ന് പ്രസംഗിച്ചു. എന്ത് പറഞ്ഞു? ജക്കരിയ പുത്തമ്പാതി ഏറ്റുണ്ട്. സുന്നിയക്ക് പോലും തിരിഞ്ഞിട്ട് ജക്കരിയക്ക് തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ സുന്നിയക്ക് ഇപ്പൊ നമ്മളെ മാർക്കറ്റ് എന്താ നിങ്ങൾ ചില്ലറിയല്ല. സുന്നിയുടെ മാർക്കറ്റ് ഭയങ്കരാണ്. അതാണ് കാന്തവരം ഉസ്താദിന്റെ പവർ എന്ന് മനസ്സിലാക്കിക്കോ. ഇത്രയും കാലം മർക്കസ് നേടിയെടുത്തൊരു വിപ്ലവം തന്നെയാണ്.
നമ്മളെ സ്ഥാപനങ്ങൾ എന്തിനാപ്പം ഈ നുസ്രത്ത്, എന്തിനാപ്പം മർക്കസ്, അല്ലെങ്കിൽ എന്തിനാപ്പം അൽഫലാഗ്, എന്തിനാപ്പം മദിന്, എന്തിനാപ്പം മജ്മുഅന്നൊക്കെ ഈ ജാതി നോക്കാൻ നിങ്ങൾ. ഇതൊക്കെ ഇപ്പം അവിടുന്ന് ഇറങ്ങുന്ന കുട്ടികൾ പ്രസംഗിച്ച് പഠിച്ച് ആ ഉസ്താദിന്റെ ഒക്കെ സമ്മതം ഗുരുത്തും പൊരുത്തും വാങ്ങി അങ്ങോട്ട് ഇറങ്ങാൻ സമൂഹത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോ ഉരുവാൻ പോകി ചോദിച്ച് ചെയ്ത്താൻ നിൽക്കൂലെന്നൊരു ക്ലിപ്പിട്ട് കൊടുത്ത് മൊരവി നിൽക്കൂല ഉറപ്പല്ലേ. അറിയുക നിങ്ങൾ ജനങ്ങൾക്ക് കാര്യം ശരിയല്ലേ അതിൽ കുടുങ്ങുക. അപ്പൊ അതിൽ വണ്ടൂർ പരിപാടി കണ്ടപ്പോൾ നമ്മൾ ആളെ വിളിച്ചു മുമ്പം ഏതായാലും ക്ലിപ്പ് ഇത് കിട്ടിയില്ല. കാരണം പിറ്റേന്ന് തന്നെ വേറെ പരിപാടിക്കുള്ളതുകൊണ്ട് അന്നേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം മൊബൈലാ പിടിച്ച് അതിന്റെ വോയിസാ കിട്ടിയത്. ഏതായാലും കായ്ക്കോടിന്റെ ഒച്ച നമുക്കൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ. ആ വോയിസ് ഒന്നിട്ട് കൊടുക്ക്. സുന്നിയേക്ക് വരെ തിരിഞ്ഞു, എന്നിട്ട് സെക്കരിക്ക് തിരിഞ്ഞില്ല എന്നാ പറഞ്ഞു. ഒന്നിട്ട് കൊടുക്ക്. എന്ത് ഇർക്കാണ്, അത് മലക്കിനുള്ള ആരാധനയാണ്. അള്ളാഹുവിനെ അർപ്പിക്കേണ്ട ഈ ആരാധന മലക്കിന് തിരിച്ചുവിടലാണ് എന്ന് ഉമർ മൗലവി പറയുന്നു. സക്കരിയ സലാഹി പറയുന്നതോ അങ്ങനെ മലക്കിനോട് തേടിയാൽ ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല, അത് കുഫ്റാണ്, മലക്കിനെ കളിയാക്കലാണ്. ആർക്കാണ് പുതിയ ആദർശമുള്ളത്? ആരാണ് പുതിയ ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്? മുജാഹിദ് സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇത് ഈ പ്രസംഗങ്ങളിലൂടെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളിലൂടെയും മുജാഹിദുകൾ മാത്രം മനസ്സിലാക്കിയ കാര്യമല്ല. ഇന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന്, മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് മുജാഹിദുകൾ മാത്രമല്ല ഈ പ്രസംഗങ്ങളിലൂടെയും ഈ ലേഖനങ്ങളിലൂടെയും മനസ്സിലാക്കിയത്. സുന്നികൾ വരെ അത് മനസ്സിലാക്കി. എന്നിട്ട് ഈ സുന്നി മൗലവിമാര് ഇത് എഴുതിയ ജബ്ബാർ മൗലവിയുമായി വാദപ്രതിവാദം നടത്താനിരുന്നു. വാദപ്രതിവാദം നടന്നില്ല. എന്നിട്ട് സുന്നി മുസ്ലിംമാര് പ്രസംഗിച്ചു ജബ്ബാർ മൗലവിക്കെതിരെ. അതിൽ ഈ സുന്നി മുസ്ലിംമാര് പറഞ്ഞു, നിങ്ങളുടെ വാദം ഇക്കാലം വരെ മുജാഹിദുകൾ പറഞ്ഞതിനെതിരാണ്. സുന്നിക്ക് വരെ മനസ്സിലായ സംഗതി മുജാഹിദുകളുടെ വാദം ഈ ചില ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പോ മോശാക്കന്മാരായിക്കോട്ടെ, സുന്നിയേക്ക് വരെ മനസ്സിലായി, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ കോലത്തിൽ ചങ്കിൽ തറക്കണ വർത്താനോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷേ സെക്കരിയെ വിടൂല, സെക്കരിയ അങ്ങോട്ടും ലാസ്റ്റ് പോയി തീരുമാനിച്ചു സെക്കരിന്റെ പരിപാടി മുടക്കലേ പറ്റുള്ളൂ. അങ്ങനെ പണ്ട് സുന്നി പരിപാടിയെ മുടക്കിയില്ലേ, ഇപ്പൊ സെക്കരിയന്റെ പരിപാടി മുടക്കിയ സങ്കടം സെക്കരിയ പറയുന്നുണ്ട്. എന്നെ വിളിച്ച് അവിടെ ഒരുക്കി ഞാനന്ന് സ്കൂളടക്കം ലീവാക്കി കണ്ട് വിഷയമൊക്കെ പഠിച്ചു പോയി കൊയിലാണ്ടി എത്തിയപ്പോ പറഞ്ഞിട്ട് വരണ്ട. ആലോചിങ്ങള് അങ്ങനെ മുടക്കിയ സംഘം സെക്കരിയ പറയുന്നൊന്ന് കേട്ടോളിയാ സങ്കടം. തിർക്കിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടോട്ടിയിൽ പരിപാടി നടത്തി. ആര് പേരോട് മുസ്ലിയാര്. അന്നെന്താ വിഷയം? അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാചിന് പങ്കുണ്ട്. കണ്ടോ, രോഗം ഉണ്ടാക്കണ അല്ലല്ലേ ഇപ്പൊ പിശാച രോഗം ഉണ്ടാക്കണമെന്ന് പറഞ്ഞവർ ശിർക്കിലേക്ക് പോയി. മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക്. എന്നിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് കൊണ്ടോട്ടിയിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചു. ഞാൻ വരാന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ മറുപടി പറയുന്നത് തടയാൻ അബ്ദുറഹ്മാൻ സലഫി ശ്രമിച്ചു. അതിന് അദ്ദേഹം കാറ്റിയ പണി എന്താണെന്നറിയോ? ഒരിക്കൽ കൊണ്ടോട്ടിയിലെ ഖാദിർ ഭായിനെ വിളിക്കുകയാണ്. സലഫി വിളിച്ചു. ഖാദിർ ഭായി അല്ലേ? അതെ. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഏപ്പി വയ്ക്കാം. അല്ല അവിടെ എന്താ മറുപടി പ്രസംഗം ഉണ്ടാവണ്ട? ആരാ? സക്കരിയ സലാഹി. നമ്മൾ ആളെന്താണ് മാറ്റല്ലേ? ആയിക്കോട്ടെ, ആരായാലും വേണ്ടേ, നമ്മുടെ പേരോടിന് മറുപടി പറയണമെന്നുള്ളൂ. എന്നാൽ ഞാൻ സലഫിക്ക് കൊടുക്കാം. അപ്പൊ സലഫി അത് ഞാൻ അനസിനെ ഏൽപ്പിക്കാം നമുക്ക്. ആയിക്കോട്ടെ. കണ്ടോ? അപ്പൊ എന്നെ എത്ര കൊല്ലം മുമ്പാ നോക്കണേ? 2007 തുടക്കത്തിലാ. 2007 ജബ്ബാറിന്റെ ലേഖനം വരുന്നതിന് മുമ്പാണ് മടവനെ ഇയാളവിടെ പ്രസംഗിക്കണേ. അന്ന് തന്നെ ഇയാൾ തുടങ്ങിയിട്ട് കുതന്ത്രം. അങ്ങനെ അനസിനെ ഏൽപ്പിച്ചു. അനസ് കുറേ ദിവസം കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല. വരുന്നതിന്റെ 2-4 ദിവസം വിളിച്ചു ഫോൺ എടുക്കണില്ല. മൂപ്പര് സാധാരണ സ്വഭാവമാണ്. അങ്ങനെ വല്ലാതെ ബേജാറിയ പനീപ്പ വിളിക്കുന്നു. അനസ് ഏറ്റ പരിപാടിക്ക് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുളുക. അവസാനം അനീഫി വന്നില്ല. എന്നിട്ട് പിന്നെ ഖാദിർ ഭായി കൂട്ടർ അപ്പൊ തന്നെ ഞാൻ ഫൈസൽ മുസ്ലിയാരെ മറ്റൊക്കെ വിളിച്ച് എങ്ങനെയൊക്കെ പാടി ആ പരിപാടി നടത്തി ഒപ്പിച്ചു. അന്നതിന് എന്നെ തടയാൻ ശ്രമിച്ചത് ഇന്നത്തെ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി നാണിയാജിയാണ്. അയാൾ മുഖേന കളിച്ചതാ. ഈ കോക്കസ് അന്നുണ്ട്. അയാള് സെൽഫി മുഖേന ജേപ്പിനെ ഉപയോഗിച്ച് കളിച്ചു. എന്നെ ചുങ്കത്ര പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോ തടഞ്ഞു. ഞാൻ പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് കോളേജൊക്കെ ലീവ് എടുത്ത് വിഷയമൊക്കെ നോക്കി റെഡിയായി മടവൂരികൾക്ക് മറുപടി അറിയാൻ പോവാണ്. ആ സമയത്ത് വഴിയിൽ വെച്ചിട്ട് തന്നെ മുനീർ വിളിക്കണം. മുനീർ മദനി. അല്ല നിങ്ങൾ പുറപ്പെട്ടു. എവിടെ എത്തി? ഞാൻ കൊയിലാണ്ടി എത്തി. അല്ല എന്താ നിങ്ങൾ വരുന്നുണ്ടോന്ന് അറിയാൻ വിളിച്ചാണ്. അപ്പൊ എന്താ എന്റെ പ്രസംഗം മുടക്കിയിട്ട് പകരം മുനീറിനെ ഏൽപ്പിച്ച് നിർത്തിയിരിക്കണം. ആര്? അബ്ദുറഹ്മാൻ സലഫി. കണ്ടോ? ആ കുറച്ച് കഴിഞ്ഞപ്പോ സുഹൈർ ചുങ്കത്ര വിളിക്കണു. ഇന്ന് നിങ്ങൾക്ക് ചുങ്കത്ര പ്രസംഗിക്കാൻ പറ്റില്ല. ഇന്നലെ നിങ്ങൾ ഏപ്പിനെ കാണാൻ ചെല്ലാതെ ചെന്നിട്ടില്ല എന്നാണ് പരാതി.
ഞാൻ പറഞ്ഞു AP-യും TP-യും കാണാനാണെങ്കിൽ ഞാൻ പോകാൻ തീരുമാനിച്ചതായിരുന്നു. ഉസ്മാൻ മദനിയോട് ഞാൻ വാക്ക് കൊടുത്തതാണ്, ചുങ്കത്തറ പോകുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് കാണാം. പക്ഷേ എന്നോട് അഹമ്മദിന് മദനി വിളിച്ചു പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ എല്ലാ അംഗങ്ങളും ഉണ്ടാവും, അവരൊക്കെ മുമ്പിൽ വെച്ചിട്ട് എന്നെ വിചാരണ ചെയ്യാൻ വിളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്, ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ഞാൻ പിന്നെ ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കെന്തായി AP വിളിച്ചിട്ട് പോയില്ല, അതുകൊണ്ട് AP വിളിച്ചിട്ട് പോകാത്തതുകൊണ്ട് ചുങ്കത്തറ പ്രസംഗിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു സുഹൈർ മൗലവി, ഞാൻ നിങ്ങളോട് ഒരു പ്രസംഗം തരുമോ എന്ന് ചോദിച്ചു വന്നതല്ലല്ലോ. നിങ്ങൾ എന്നെ വിളിച്ച് നിർബന്ധിച്ച് കോളേജും കൂടി ലീവ് എടുത്ത് വിഷയം നോക്കിയിട്ട് ഞാനിപ്പോൾ കയറി പകുതി വഴിയിലെത്തി, ഇവിടെ നിങ്ങൾ വിളിക്കണേ? അല്ല, നിങ്ങളിപ്പോൾ AP പത്തപ്പിരിയത്തള്ള അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കണ്ടു പോന്നാൽ മതി. ഞാൻ മഞ്ചേരി എത്താൻ നേരത്തെ AP-നെ വിളിച്ചത് സക്കരിയ സലാഹിയാണ്, ഞാൻ പോകുമ്പോൾ അവിടെ വീട്ടിൽ വരാം, ഇങ്ങോട്ട് വരുന്നു വേണ്ട എൻ്റെ ഫോണോട് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് AP പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ നിലമ്പൂരുണ്ടാകും, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണ്ടു. തടഞ്ഞു. പിന്നീട് ഒരു കേൾപ്പിച്ചു, എന്നിട്ടും തടഞ്ഞു. ആ തടഞ്ഞ കക്ഷികൾ ഇപ്പോ സുഹൈർ മൗലവിയുടെ സ്ഥാപനം പോലും ഹൈജാക്ക് ചെയ്തു എന്നാ കേട്ടത്. നോക്കിങ്ങള്. അപ്പൊ ഈ കോക്കസ് ഇന്നോ ഇന്നലെ തുടങ്ങിയ കളിയല്ല, അവർക്ക് സംഘടന പിടിച്ചെടുക്കാനുള്ള പണി വർഷങ്ങൾക്ക് മുമ്പേ ഇവർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ ഈ പല സ്ഥലത്തും എന്റെ പരിപാടി മുടക്കാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി അത്രയും മാസം ശ്രമിച്ചത്. എന്നിട്ട് അവർക്ക് ഒരു തെളിവും കിട്ടിയില്ല. ഹുസൈൻ മടവൂരും കൂട്ടരും ചവച്ചു തുപ്പിയ ആരോപണം ഇവർ ഏറ്റെടുത്തു. മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന മടവൂരികൾ ചവച്ചു തുപ്പി ആരോപണം ഇവർ ഏറ്റെടുത്തു. ഇവർ മുടക്കലും എന്തിന്റെ പേരിലാ? തൗഹീദിന്റെ പേരിലാണത്. അധികാരം കിട്ടാൻ വേണ്ടിയാണ്. സാധാരണക്കാർ മുജാഹിദുകളോട് ഞാൻ പറയുന്നത് അധികാരത്തിന് വേണ്ടിയാണ് ഈ മുടക്കലും പഠിക്കലും ഒക്കെ. അത് ബാലുശ്ശേരി പറയുന്നുണ്ട്, മൊബൈൽ ഫോണിന്റെ കവർ പോലെയാണ്, കവർ പോലെ കൊണ്ടുവരും ആശയം നമ്മളെടുത്തല്ലേ. എന്നിട്ട് തൗഹീദിനെതിരെ ചെയ്താൽ 6 മാസത്തിന് പുറത്താക്കല്, സംഘടനക്കെതിരെ ചെയ്താൽ 1 കൊല്ലത്തിന് പുറത്താക്കും. ഇത് എന്ത് രീതിയാണ്? ബാലുശ്ശേരി ചോദിച്ചോട്ടെ, കേട്ടോളി. ഒരു 5-8 ക്ലിപ്പും കൂടെ ഒന്ന് കേട്ടോളി. പ്രധാനപ്പെട്ട ഉദാഹരണത്തിന് ക്ലിക്ക് ചെയ്യാതെ പോലെ ഇതൊരു മൊബൈലാണ്, ഇത് മൊബൈലിന്റെ കവറാണ്. മേജിക് കാണിക്കൊന്നുമല്ല, പഠിച്ചോളി മനസ്സിലാക്കി. ഇതാണ് മൊബൈൽ, ഇതിനാണ് പ്രാധാന്യം. ഇത് താഴെ വീണ് ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതിഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ അതുപോലെയാണ് സംഘടന. എന്തിനാ? ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ. ഏതുപോലെ ജ്വല്ലറി പോയി, ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി, അപ്പൊ ഒരു പെട്ടിയിലിട്ട് കൊടുത്തു, ഒരു ചുവന്ന കടലാസിൽ. ഒരുത്തൻ സ്വർണം കളഞ്ഞ് പെട്ടി കുറുക്കി പിടിച്ച്, ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ ഒരു തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്, ആദർശപരമായി തെറ്റ് ചെയ്ത 1 കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയാണ് ഞാൻ വഹിക്കുന്നത്, നിഷേധിക്കാനാവാത്ത രേഖയാണ്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു, ബുഖാരിയെ തള്ളിക്കളഞ്ഞു, ഹദീസ് നിഷേധിച്ചു, ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ചു, കൊച്ചാക്കി, അയാൾക്ക് 1 വർഷം പണിഷ്മെന്റ്. സംഘടനാപരം ചെയ്താലോ ആജീവനാന്തം പുറത്ത്. നമുക്ക് ആദർശാണോ വലുത്? സംഘടനയാണ്. ഇനിയും തിരിച്ചറിയുന്നില്ലേ? ആയിക്കോ പോയിക്കോ, നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് സമസ്തക്കാർക്കെതിരെ ഓടാനല്ല. ഇത് സമസ്തക്കാർക്കെതിരെ ഓടാനുള്ളതല്ല, പിന്നെ മുജാഹിദീങ്ങൾക്കെതിരെ ഓടാനുള്ളതാണ്. വെരി വെരി കറക്റ്റ്. പക്ഷെ വൈകി ഉദിച്ച വിവേകത്തിന് നന്ദി സാഹിബേ. ഇത്രയും കാലം സുന്നികൾക്കെതിരെ ഓതി, ഇപ്പൊ തിരിയാ പോരാ. ഇത്രയും കാലം സുന്നികളെ മുശ്രിക്കാക്കി മുജാഹിദ് പറഞ്ഞ കാര്യങ്ങള്, അതിനുണ്ടാക്കിയ പ്രസ്ഥാനം നമ്മളെ തിരിച്ച് മുശ്രിക്കാക്കാൻ തുടങ്ങി. പറയട്ടെ വലുശ്ശേരി, കുടിച്ച വെള്ളം കക്കുകയാണ്. കേട്ടോട്ടെ, വലുശ്ശേരി പറയട്ടെ. ഇപ്പൊ അങ്ങനെ തിരിച്ച് മുശ്രിക്കാക്കാൻ മുവഹീദുകൾ മുശ്രിക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാക്കിയ ലക്ഷ്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പം മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഗൗരവമായി നമ്മൾ അറിയേണ്ട പോയിന്റ്. മുജാഹിദ് പ്രസ്ഥാനം ഗൗരവമുള്ള പോയിന്റ്. മുശ്രിക്കുകളെ മുവഹീദാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. ഒന്നുകൂടെ മുജാഹിദ് പ്രസ്ഥാനം മുശ്രിക്കുകളെ മുവഹീദുകളാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. ഓടി നടന്ന്, രാവും പകലും വിശ്രമമില്ലാതെ ഓടി നടന്ന് മുശ്രിക്കുകളെ മുവഹീദാക്കിയ, അഥവാ മുശ്രിക്കുകൾക്ക് തൗഹീദിന്റെ പ്രകാശം പകർന്നു കൊടുത്ത നാം ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുവഹീദുകളെ മുശ്രിക്കാക്കാൻ ഓടുകയാണ്. വളരെ കറക്റ്റ്.
നിങ്ങള് ഇപ്പം മുവഹിദുകളെ മുശ്രിക്കാക്കാരോടെ ഇപ്പ കുടിച്ചടാ കള്ള് ലേ പാടത്തെടുത്ത പണിക്ക് അപ്പക്കപ്പളെ കൂലി കിട്ടാൻ തുടങ്ങി. അപ്പൊ പഴയ ഹദീസൊക്കെ അങ്ങനെ ഓർമ്മ വരിക. 73 വിഭാഗമായി പിരിയും. ഐക്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഐക്യസംഘം തമ്പ് തച്ചിട്ട് തീർക്ക ജുമാക്ക് കുത്തുബക്കാണ് കയറുമ്പോൾ കിട്ടിയാൽ പിന്നെ മാഷവളി ഇല്ലാത്തോട് വാളില്ലാതെ കഴിച്ചില്ലേ മാത്രം. അത് ഈ കോലത്തിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ 73 വിഭാഗമാണ് ഹദീസ് വന്നു. ശരി, ഓരോട് ചോദിച്ചു ചോദ്യാലെന്ന് പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെ സമൂഹത്തെ നന്നാക്കി? ആളുകൾ ചോദിക്കും മുജാഹിദ് പ്രസ്ഥാനം ഐക്യസംഘം തന്നെ തുടങ്ങിയല്ലേ? ഇവിടെ യൂട്യൂബിൽ കയറിയപ്പോൾ കമന്റ് ഐക്യസംഘം തന്നെ തുടങ്ങി, നിങ്ങളിപ്പോ എവിടെയല്ലേ? എടോ, നൂഹ് നബിയുടെ കപ്പലിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓല് പിന്നെ എവിടെ എത്തി? മുഹമ്മദ് നബി വാർത്തെടുത്ത സ്വഹാബത്ത് അതിന്റെ തലമുറ പിന്നീട് ആ ഉമ്മത്ത് എന്തുണ്ടായി? 73 വിഭാഗം പറഞ്ഞില്ലേ? ഇനി വേറൊന്ന്, നല്ല തക്കാളിയെ കെട്ടുപോകുള്ളൂ. കെട്ട തക്കാളി പിന്നെ കിടന്നില്ലേ? ബാക്കിയുള്ള സംഘടനകളൊക്കെ ഇവിടെ എന്താ? നല്ല സംഘടന ഇത് എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ? അപ്പൊ ഒരു 10-15 കൊല്ലം മുമ്പേ, ഒരു 10-15 കൊല്ലം മുമ്പേ അന്ന് നിങ്ങൾ ചിലതൊക്കെ ആഘോഷിച്ചിരുന്നോ? ഒന്ന് പതുക്കെ പറ, മൈക്കി കൂടെ പതുക്കെ പറ, സ്വകാര്യം പറയുമ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പേ അന്ന് നിങ്ങൾ നല്ലോണം ആഘോഷിച്ചിരുന്നോ? അന്ന് തക്കാളി എവിടെയാ നല്ലതും ചീത്തയും ബിരിയാണിയും? അന്ന് തക്കാളി ഇല്ലേനോ? ഇപ്പൊ ഓർമ്മ വരാ നല്ല തക്കാളി ചെയ്യും ഒന്നുണ്ട്. ചാറിനൊക്കെ നല്ല തക്കാളി വേണ്ടി വരും, പക്ഷെ രസം ഉണ്ടാക്കാന്നല്ലേ ചീഞ്ഞ തക്കാളി. ഞങ്ങളിപ്പോ രസമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പം സുബ്ഹാനല്ലാഹ് എത്രത്തോളം നന്നായി. ബാലുശ്ശേരിയൊക്കെ പൗരി നന്നായി. ഇപ്പൊ പറയണെന്താ അറിയോ? നമുക്ക് ഇമാമിങ്ങളെ വ്യാഖ്യാനം പോരെ, മഹാന്മാര് പറഞ്ഞ പോരെ, ഹദീസ് വൈഫായിക്കോട്ടെ, നാളെ നമുക്ക് സ്വഹാബത്തിനെ പിടിച്ചാ പോരെ. കോടതിയാണ് പിരിഞ്ഞപ്പോ ന്യായം കെട്ടി തിരിഞ്ഞിട്ടേ ഒന്നിട്ട് കൊടുക്ക്. ബാലുശ്ശേരി ഇന്നെയാണാ പറയുന്നത് കേട്ടോളിങ്ങൾ. അത് ശരിക്കും മനസ്സിലാക്കി അല്ലെങ്കിൽ സഹാബികളുടെ മുമ്പിൽ വന്നു, അവരാ വിഷയം ചർച്ച ചെയ്തു, അവരതിനെ മനസ്സിലാക്കി, അവരതിനെ വ്യാഖ്യാനിച്ചു. അപ്പോ നഈബാണെങ്കിൽ പോലും അവര് മനസ്സിലാക്കിയാലും വ്യാഖ്യാനിച്ചാലും അതേ മനസ്സിലാക്കൽ തന്നെ മതി നമുക്ക് കാര്യത്തിൽ, അതേ വ്യാഖ്യാനം മതി നമുക്ക് കാര്യത്തിൽ. ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ എന്നെ നോക്കിങ്ങള് ഇനി നന്നാകാൻ കൊടുക്ക ബാക്കി, ഇനി കൊടുക്കാൻ നന്നാകാൻ ബാക്കി. അതെ, തലയിലൊരു തൊപ്പിയാണ് വെക്ക, കുത്തുബിയത്തിന് വരെ വിളിക്കന്നെ. ഇതല്ലേ ബാക്കിയുള്ളത്? എന്തേ ഇനി ലൈഫായ ഹദീസായാലും മതി. അങ്ങനെ സാവത്തൊക്കെ അമൽ ചെയ്താൽ ഇനി എവിടുക്കാ നമ്മൾ പോണത്? ഇങ്ങനുണ്ട് മനുഷ്യൻ നന്നാവര്. ഇത്ര പെട്ടെന്ന് ഇങ്ങനുണ്ട്. കരുതണം. മനുഷ്യന്മാർക്ക് തടി നന്നാകാം, പെട്ടെന്ന് നന്നായാൽ അത് കിഡ്നിന്റെ കേടാ. അങ്ങനുണ്ട്. ഈ കോലത്തിൽ നന്നായാല് ഞമ്മക്ക് മഹാന്മാർ എന്നല്ല എത്രത്തോളം നന്നായി നിങ്ങള് ചോദ്യം പേര് അമിതമായി ചോദിക്കാൻ പാടില്ല. അതൊക്കെ അത് വിശ്വസിച്ചോളാം, അത് മനസ്സിലാക്കാതെ ഇങ്ങനെ കെട്ട് നന്നായി പോയാലോ നമുക്ക് ചോദ്യത്തിന് പരിധിയുണ്ട്, ലിമിറ്റുണ്ട്. സ്വാതന്ത്ര്യം അടക്കം തടിയാണ്. കൊടുക്ക് ഒരു ചോദ്യം കിട്ടാത്ത അണ്ണാക്കുള്ള ചോദ്യം കണ്ടപ്പോഴേ പണ്ടൊരാളങ്ങനെ വേളു പറയും, ഒരു വേളു പറഞ്ഞു കയറും. അവൻ നരകത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ വേളു പറഞ്ഞപ്പം ആയത്തോരിയെ പറ്റി നെസ്ബ് വായിക്കണ്ട ചെറുത് വായിച്ചു. അപ്പൊ ആര് വന്നിട്ട് പറഞ്ഞു, മോരി നിങ്ങളെ ഒരു ആയത്ത് വെച്ചിങ്ങള് അവിടെ നിങ്ങൾ നെസ്ബ വായിച്ച് ചെറാണ് വേണ്ടത്. ജോൺ പോയിക്ക അവിടുന്ന് ഗൗരവമായ നരകത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ നെസ്ബും ചെറുന്ന് വെച്ച് കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂപ്പരും ചോദ്യം തങ്ങി തർക്കപ്പേ പാടില്ല. അത്തോൾക്ക് അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, അള്ളാന്റെ റസൂലിനെ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കുക അല്ലേ? ഖുർആൻ 59-ാം അധ്യായം 7-ാമത്തെ വചന, ഖുർആനിലെ 49-ാം അധ്യായം 1-ാമത്തെ വചന. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇപ്പൊ ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക പല ഭാഗത്തും, അല്ല നമ്മൾ കിണറ്റിലേക്ക് ഇങ്ങനെ വീഴാൻ നിൽക്കുക. നോക്കണേ, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ്. ഈ സദസ്സിലും അങ്ങനത്തെ ആളുണ്ടാവും, അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ. ഇപ്പൊ ചോദിക്കുക ഓരോരുത്തർ, അല്ല നമ്മൾ കിണറിലേക്ക് പോകുമ്പോ മണ്ടിയരിയോന്ന് നമ്മൾ പറഞ്ഞാലേ മനുഷ്യരെ മാത്രല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ? അതിൽ മനക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ കുഴപ്പാവൂലേ? നമ്മളിങ്ങനെ 2 വീലർമ പോവുക, അപ്പൊ നമ്മുടെ കാലിങ്ങനെ കുടുങ്ങിപ്പോയി, അപ്പൊ നമുക്ക് ജിന്നിനെ വിളിക്കാവൂ? എനിക്ക് നിങ്ങളോടൊരു ഹദീസ പറയാൻ.
ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്. ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ ദൗനി മാ തറക്തുക്കും മിന്നമാ അഖിലക്കും മൻ കാന ഖബ്ലക്കും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫിഹിം അൻബിയാഇഹിം വഇദാ നഹൈതുക്കും മൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുക്കും ബിഅംരിൻ ഫഅതു ബിഹി മസ്തത. ദൗനി, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. ഞാനും മൗനം വീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിട്ടുകളി. ഇന്നമാ അഖിലക മൻ കാന ഖബ്ലക്കും കസ്റത്തു സുവാലിഹിം. അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. വെറുതെ ഓരോ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുക. അങ്ങനെ ഒരു സമൂഹം നശിച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ മേലുള്ള ഭിന്നത കൊണ്ടും നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് സ്വീകരിച്ചോടി, ഉപേക്ഷിച്ച് വിട്ടുകള. ആവശ്യമില്ലാത്ത ചോദ്യമായിട്ട് കിടക്കല്ലേ. മനസ്സിലായോ? മനസ്സിലായോ? പറഞ്ഞെടുത്ത് നിൽക്കുക. അതിന്റെ അപ്പുറത്ത് നിൽക്കണ്ട, അതിന്റെ അപ്പുറത്ത് നിൽക്കണ്ട, പറഞ്ഞെടുത്ത് നിൽക്കുക സഹോദര. അതുകൊണ്ട് ഗൗരവമാണ്. മറുപടി കിട്ടൂല. ആ ജാതിയൊന്നും ചോദിക്കല്ലേ, മാണിക്കല്ലേ. ചോദിക്കാൻ പാടില്ല, പടക്കം വെച്ചപ്പെടൂല. ഭയങ്കര എന്നിട്ട് മാറ്റം വന്ന് അതാ ചോദ്യാണിപ്പതേ. അവിടെ മോട്ടോർ ബൈക്കുമ്പോ കാലാണ് കുടുങ്ങി, അല്ലെങ്കിൽ 6ാം വളവിന് ബ്രേക്കാണ് വെട്ടി. കേറ്റിക്ക് എന്ന് പറയാൻ പറ്റുമോ? എന്താ മറുപടി? പറഞ്ഞാ കുടുങ്ങും. ചോദിക്കല്ലേ മാണിക്കല്ലേ, ചിലമ്മന് പുറത്തൂരേ. എവിടേക്കാണ് മൗലിമാരെ ഇങ്ങളെ കൊണ്ടോടും? നമ്മള് മഹാന്മാര് പറഞ്ഞ് കേൾക്കണം, ഔലിയാക്കള് പറഞ്ഞ് കേൾക്കണം, ഉസ്താദ്മാരെ കേൾക്കണം എന്ന് പറയും. അന്ധവിശ്വാസം, അന്ധമായ അനുകരണം, മാഷാപ്പിനെ തെളിവ് കൂടാതെ പിൻപറ്റുക, അന്ധമായ ശിർക്കിലേക്ക് നയിക്കൂ. ഇപ്പൊ ഏത് തക്രീദ? ഇത് തക്രീദായും പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് വെള്ളം പറയാൻ പോകുകയാണെങ്കിൽ 1000 ദിവസം പഠിച്ച് പറയാൻ പറ്റൂല. രണ്ടത്താണി പ്രസംഗിക്കാൻ പോകുകയാണെങ്കിൽ സമതമോലി പറഞ്ഞതിന് എതിരാകുമോ എന്നുള്ളത് നോക്കണം. ഇടത്തനാട്ടിന് പോകുകയാണെങ്കിൽ മറ്റമോലി പറഞ്ഞ എതിരാണോ നോക്കണം. ഇവിടെ പോയ മറ്റമോലിക്ക് ഇതൊക്കെ പഠിച്ച് പറയാൻ പാടില്ല. പറയട്ടെ തക്രീദായി, നിങ്ങളെ പ്രസ്ഥാനത്തിൽ നടക്കുന്ന ഓരോ ഹറക്കാത്ത് സക്കരാത്തുകൾ ഇതാ ക്ലിപ്പിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. മുജാഹിദ് സത്യമുണ്ടെന്ന് മനസ്സിലാക്കി അകപ്പെട്ടു പോയ പ്രവർത്തകരെ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളി. എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ല ദൂസിക്കരട്ടെ, കേട്ടോളി. എടത്തനാട്ടിന്റെ ഭാഗത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറപ്പൂർ അബ്ദുറഹ്മാൻ പറഞ്ഞതിന് എതിരാണോ അല്ലേ നോക്കണം. പറപ്പൂര് പറഞ്ഞിട്ടില്ലാത്തൊരു മസാല അവിടെ പറഞ്ഞ പറപ്പൂരിന്റെ വയലിൽ 25 കൊല്ലം കെട്ടണം. അയാള് പറഞ്ഞില്ലല്ലോ, അനക്കപ്പെടുന്ന പുതിയ ഹദീസ് കിട്ടി. രണ്ടത്താണി പറയുകയാണെങ്കിൽ സെയ്ദ് പറഞ്ഞണോ നോക്കണം. തിരൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ അബ്ദുള്ളാജി പറഞ്ഞണോ നോക്കണം. കടവത്തൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ എടപ്പാറ കുഞ്ഞമ്മദോലി പറഞ്ഞണോ നോക്കണം. അങ്ങനെയാണ് പല സ്ഥലത്തെ അവസ്ഥ. ഒരു തരം മദ്ഹബി മാതിരിയാ. അപ്പൊ അവിടെ ആ മൗലവി പറയാത്തത് ആ ആള് തൊട്ട് ആ പഴയ മുജാഹിദീങ്ങൾക്ക് ഞാൻ അബ്ദുള്ളാജിന്റെ 25 കൊല്ലം കുത്തുപെട്ട അയാൾ പറഞ്ഞില്ലാലോ, ഞാൻ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിന്റെ എത്ര ചോദ്യത്തെ കുത്തുപെട്ട അയാൾ പറഞ്ഞില്ലാലോ. അപ്പൊ പണ്ട് പഠിച്ച എന്തൊക്കെ ഉണ്ടോ അതങ്ങനെ തന്നെ. അതല്ല നമ്മളൊക്കെ പുതിയ ഹദീസ് എവിടുന്നോ കുത്തിക്കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്ന മാതിരി ആളുകളെ നോട്ടവും വർത്താനോ ഒക്കെ. നിങ്ങൾ ഇതാരാ പകട് നോക്കണം. ജക്കരിയ സലാഹിയാണ്. അത് ഇമാം ഷാഫിനെ അവർക്ക് തെക്കിലിത് പറ്റൂല, പറപ്പൂർമാരുവിനെ പറ്റും. നവീമാം പറഞ്ഞാൽ പറ്റൂല, രണ്ടത്താണി ഒരുവിനെ പറ്റും, ഭട്ടത്തുരാജിനെ പറ്റും, മറുവിനെ പറ്റൂല. ആലോചിച്ചു നിങ്ങൾ. ഈ രീതിയില് ആവശ്യമില്ലാത്ത അനുകരണോ, ഈ അനുകരണത്തെ ഇപ്പൊ പുറത്തെങ്ങനെ വന്നപ്പോ കുടുങ്ങിയത് ആരാ നിങ്ങള്? ഈ അടുത്ത കാലത്ത് ജാതിമാരെ കുറച്ച് സൈസ് ഉണ്ട്. മുമ്പേ മുജാഹിദായി പോകുന്ന ആൾക്കാർക്കൊക്കെ ഓൽക്കും ഞങ്ങോട്ടൊക്കെ മാറാൻ അവസരം. ഇത് പോരാന്ന് പറഞ്ഞു ഇവിടെ നാം ചേക്കരിക്കണല്ലോ. കുറച്ച് പേരിന് തടികെട്ടുണ്ട്, ചിലക്കൊക്കെ വാലുണ്ട്, അതേപോലെ ജുബി ഇറക്കുള്ള കുപ്പായൊക്കെ ഉള്ള ജാതി കുറച്ചങ്ങോട്ട് കൺവേർട്ട് ചെയ്ത കുറച്ച് പുതുവിശ്വാസികളുണ്ട്. അങ്ങനെ തന്നെ പറയാം. ഹൈറ്റപ്പം ഇങ്ങനെ എമ്മിൻ പാപ്പിൻ തല്ലിവിടുന്ന കുട്ടികളെ അടുക്കളയിൽ കുത്തിക്കണ മാതിരി. ഇനിയിപ്പോ എന്താ എവിടുക്കാ പോകേണ്ടിന്ന് അറിയണില്ല, ഏത് ഗ്രൂപ്പിന്റെ ഒപ്പം പോകണം അറിയണില്ല. ഇത് പ്രതീക്ഷിച്ചതല്ല, ഇത് പ്രതീക്ഷിച്ച അതായത് ഇതുണ്ടാക്കാൻ പാടില്ലായിരുന്നു. വിഷമുണ്ട്. ആരാ പറയണത്? അറിയട്ടെ, ലബ്ബദാരിമി കുടുങ്ങിയ ഘട്ടത്തിൽ പറയണത്. അത് അന്ന് തന്നെ സംഭവത്തിന് പോയപ്പോ പറഞ്ഞ ചർച്ചടരുത് പോലെ ഇട്ടും ചെയ്തു. നിങ്ങൾക്ക് അറിയില്ലേ ഇത് വഞ്ചകരാണ്. എന്നിട്ട് എന്ത് തൊള്ളിമ്പാക്കട്ടൊക്കെ പോയപ്പോ എന്താ കരുതിന്? അത് ശരി. എന്നിട്ട് ഇപ്പൊ അവിടെ ഇങ്ങനെ അടങ്ങാറായിട്ട് വന്നിട്ട് കൊടുക്കും. മൂവാറ്റുപുഴ സംവാദത്തില് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് തെളിവായിട്ട് കാന്തപുരം സമസ്തക്കാര്
ഉന്നയിച്ച ഒരു ഹദീസായിരുന്നു യാ ഇബാദല്ലാ അയ്നൂനി എന്നത്. യാ ഇബാദല്ലാ അയ്നൂനി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസിന്റെ ആശയം ഉദ്ധരിച്ചുകൊണ്ട് വിജനമായൊരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരാള് അയാളുടെ വാഹനമോ മറ്റോ കാണാതാകുന്ന സമയത്ത് യാ ഇബാദല്ലാ അയ്നൂനി എന്ന് അയാൾ വിളിച്ചു പറഞ്ഞാൽ അത് ശിർക്കാണോ എന്ന ചോദ്യത്തിന് അവിടെ മറുപടി പറഞ്ഞത്, കാന്തപുരം സമസ്തക്കാർ നടത്തുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് ജിന്നിനോടാകട്ടെ മലക്കിനോടാകട്ടെ മറ്റു ആരോടാകട്ടെ അത് ശിർക്കാണ് എന്നാണ് മറുപടി പറഞ്ഞത്. എന്നാൽ അവിടെ ആ ഹദീസ് ശിർക്കാണെന്ന് മറുപടിയിൽ വ്യക്തമല്ലെങ്കിൽ പോലും അവിടെ ഹദീസ് ശിർക്കാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സംസാരിച്ചതും നൗഷാദ് ഹസനി മറുപടി പറഞ്ഞതും ഈ ഹദീസ് ഇവർ ശിർക്കാക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഹദീസ് ശിർക്കാണെന്ന അടിസ്ഥാനത്തിൽ ആണ് ഇവർ മറുപടി പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നൗഷാദ് ഹസനി സംസാരിച്ചെങ്കിൽ പോലും ഈ ഹദീസ് ശിർക്കല്ല എന്ന് പറയാൻ ഇവരും തയ്യാറായില്ല. പിന്നീട് വിവാദങ്ങൾ അത് കത്തിപ്പടർന്നു. അപ്പോഴും ഹദീസ് ശിർക്കാണ് എന്ന അടിസ്ഥാനത്തിലാണ് മുഴുവൻ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത്. സംവാദത്തിന് വന്ന അതിൻ്റെ തലേ ദിവസം ഹനീഫും അനസും കൂടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ജിന്ന് സിഹിർ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വലിയ വിവാദമായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ആദ്യമായി യാ ഇബാദല്ലാ അയ്നൂനി എന്ന ഹദീസായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ മണ്ണാറക്കാട് അന്ന് നമ്മൾ സ്വീകരിച്ച നിലപാട് തന്നെ അന്ന് അവിടെ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി. ആ ഹദീസ് ലഈഫാണ്, അത് ഹുജ്ജത്തിന് പറ്റൂല. നമ്മൾ വ്യവസ്ഥ തയ്യാറാക്കിയപ്പോൾ സഹീഹായ ഹദീസ് ഉദ്ധരിക്കണമെന്നാണ് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിരുന്നത്. ഇത് ഹദീസ് ലഈഫാണ് എന്ന് അവിടെ മറുപടി പറയുകയും അപ്പോൾ അവർ ആ ഹദീസ് സഹീഹാണെന്ന ചില ഉദ്ധരണികൾ അവിടെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് അവിടെ പറഞ്ഞ മറുപടി, സക്കരിയ സലാഹി പറഞ്ഞ മറുപടി, അത് സഹീഹാണെന്ന് വന്നാൽ പോലും നിങ്ങൾക്കതിൽ തെളിവില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിലപാടിന് അവിടെ തെളിവില്ല. കാരണം അവിടെ ലൈസ ബിഹ അനീസുൻ, മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്താണ് വിളി, മനുഷ്യരില്ല. അപ്പൊ പിന്നെ ആരെയാണ് വിളിക്കുന്നത്? അവിടെ വല്ല നമ്മളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വല്ല മലക്കുകളോ ജിന്നുകളോ ഒക്കെ ആകാം. ഈ മറുപടിയാണെന്ന് പറഞ്ഞത്. ആ മറുപടി അന്ന് പറഞ്ഞതിന് ശേഷം ആ ഹദീസ് അവർ തൊട്ടിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ തലേ ദിവസം വന്ന ഹനീഫിനോടും അനസിനോടും പറഞ്ഞിരുന്നു. പക്ഷേ മറുപടി പറഞ്ഞത് ഈ ഹദീസ് ശിർക്കാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ്. എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിറ്റേ ദിവസം സംവാദം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏതാണെങ്കിലും നിങ്ങൾ പറഞ്ഞ മറുപടി കറക്റ്റാണ്, ഹദീസ് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള വകയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹനീഫ് എന്നോട് ചോദിച്ചത് ആ ഹദീസ് ശിർക്കല്ലേ എന്നാണ്. അപ്പോൾ ഏതാണെങ്കിലും ഹദീസ് ശിർക്കാണെന്ന വാദത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല, പിന്നീട് നടന്ന മുഴുവൻ ചർച്ചകളിലും ഈ ഹദീസ് ശിർക്കാണെന്നുള്ള ഒരു നിലപാടാണ് ജമിയത്തുൽ ഉലമ പോലും എടുക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. അത് അങ്ങേയറ്റം ഖേദകരമാണ്. കാരണം ഇന്ന് വരെ ലോകത്ത് ഒരൊറ്റ സലഫി പണ്ഡിതനും ഈ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സക്കരിയ സലാഹിയും ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് പല പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. അതേസമയം ഈ ഹദീസ് ശിർക്കാണോ, ഹദീസ് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട. കാരണം ഒരു സലഫി പണ്ഡിതനും ആ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, പല പ്രാമാണികരായ പണ്ഡിതന്മാരും മുസ്ലിം ലോകം ആദരിക്കുന്ന ഒട്ടനവധി പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുകയും ചിലർ ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
അത്തരമൊരു സാഹചര്യത്തിൽ അവരൊക്കെ ശിർക്ക് ചെയ്തു എന്ന് മുസ്ലിം ലോകത്ത് നമ്മൾ വരുത്തി തീർക്കുന്ന ഒരു രീതി ഒരിക്കലും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഗുണകരമല്ല. അപ്പൊ എന്തിനാ മൂപ്പരെ പിന്നാട് പോയത്? ഇപ്പൊ ഈ കാര്യമായിട്ട് പോയത് ഈ തൗഹീദുമലാണല്ലോ. ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമിങ്ങളൊക്കെ ഇത് ചെയ്തു, ഇത് അംഗീകരിച്ചു, അത് ശിർക്കാണ് ആരും പറഞ്ഞിട്ടില്ല, പിന്നെ അങ്ങോട്ട് പോയി. ഇപ്പൊ ഇങ്ങനെ മൂപ്പരിങ്ങനെ പണ്ട് മോരുണ്ടോ ചോദിച്ച മാതിരി ഇനിയിപ്പോ എന്താ കാട്ടേണ്ടതെന്ന് അറിയുന്നില്ല. ഇങ്ങനെ അതായത് പെരീക്കിന് കേരി എന്തപ്പോ ചോറിച്ചുകൊണ്ടിരിക്കുകയാണ് ആചാരും കൂട്ടുകാരൊക്കെ. അതുപോലെ ചോറക്കല് ചോറൊക്കെ അപ്പൊ കഴിച്ചു വരികയാണ്. എന്നാലും ഒന്ന് കൂടെ ഇവിടല്ലേ വേണ്ടാന്ന് പറഞ്ഞു. കുറച്ചേരം ഇരുന്ന് നോക്കുമ്പോ അങ്ങനെ നല്ല മീൻ്റെ മണങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജനലുള്ളിൽ കൂടെ നോക്കുമ്പോ ആകൂലി പൊരിച്ചതും അയക്കോറ പൊരിച്ചതും ഒക്കെ. അയ്യടാ, ഇതിപ്പോ അബദ്ധമായിപ്പോയി, വേണ്ടാന്ന് പറഞ്ഞ അബദ്ധമായിപ്പോയി. ഇനിയിപ്പോ രണ്ടാമത് ചെല്ലാനും വയ്ക്കാം. അപ്പൊ അങ്ങനെ തലട്ട് ആചാരെ മോരുണ്ടോന്ന് ചോദിച്ചു. ചോറിന്റെ ഒപ്പേ മോരുണ്ടോന്ന്. മോരൊന്നുമില്ല, ലേശം വളർത്തി കളിയാണ്. ഏത് ഈ ആദ്യം തന്നെ ഇത് നിൽക്കണ്ടിനോ? ഈ കോലുകള് ആകപ്പാട് വിഷമകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായത്. പ്രതീക്ഷിക്കാത്ത കാര്യം നടക്കുന്നത്. ലോകത്ത് ഒരു സലഫിൻ തീരുമാനിക്കാത്തതാണ് കേരളത്തിലെ ജമിയത്തുൽ ഉലമ തീരുമാനിച്ചത്. ഇനി ഏതായാലും മോനെ ഒരു ചാൻസ് ഉണ്ട്. സക്കരിയ സ്വലാഹി അടുത്ത് തന്നെ കമ്മിറ്റി ഉണ്ടാക്കും. പ്രസിഡന്റ് ഉണ്ടാകാൻ തരീക്കെട്ട് തിരക്കടൊന്നുമില്ല. ഇനി ലഭക്ക് നല്ലതാ എന്തേ ലഭിക്കുന്ന സ്ഥാനമായിട്ട് കൂടുക. പോയപ്പന്റെ ഗതിയിരുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മുഖം ചുളിഞ്ഞില്ലേ, നിങ്ങളെ മുഖം കറുത്തില്ലേ? അതേ അല്ലാഹു തആല പറഞ്ഞു, നാളെ മഹ്ശറിൽ വരുമ്പോ ഒരു വിഭാഗത്തിന്റെ മുഖം വെളുത്തു പ്രകാശിക്കും, ഒരു വിഭാഗത്തിന്റെ മുഖം കറുത്തു കരിവാളിക്കുമെന്ന്. ആരാണ് വെളുക്കുന്നവര്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വിശദീകരിച്ചില്ലേ? യൗമ തബിയല്ലു വജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ വതസ്വദ്ദു വജൂഹു അഹ്ലിൽ ബിദ്അ വൽ ഫിർഖ. സുന്നികളുടെ മുഖം വെളുക്കുന്ന ദിവസമാണ്, ബിദ്അത്തുകാരുടെ മുഖം കറുക്കുന്ന ദിവസമാണ്. അതെ, ഇപ്പോ തന്നെ ഈ ലോകത്തിലെത്തിയപ്പോ സകല മുജാഹിദിന്റെ മുഖം കറുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും മടവൂർ ചങ്ങാതി പ്രസംഗിച്ചത്. പേരെന്നെ മാറ്റണോ, ആൾക്കാർ മുമ്പിൽ ഇറങ്ങാൻ പറ്റാതെ വഷളായിട്ടുണ്ട് എന്ന്. എങ്കിലെന്റെ സാധാരണക്കാരായ മുജാഹിദിൽ കുടുങ്ങിപ്പോയ സുഹൃത്തുക്കളെ, ഈ മൗലിമാർ 8-10 ഗ്രൂപ്പായിട്ട് മാറുമ്പോ ഇവിടെ തന്നെ നിങ്ങൾക്ക് വിഷത്തരമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതി ചെല്ലുമ്പോ വഷളാകാതിരിക്കണോ, മുഖം കറുക്കാതിരിക്കണോ, മുഖം വെളുക്കണോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാന്താവിലൂടെ ചരിച്ചോ. മഖ്ദൂം പഠിപ്പിച്ചൊരു തൗഹീദുണ്ട്, മമ്പരത്തപ്പാപ്പ പഠിപ്പിച്ച തൗഹീദുണ്ട്, ഉമർ ഖാലി പഠിപ്പിച്ച തൗഹീദുണ്ട്, ഇബ്നു ജറമുള്ള പഠിപ്പിച്ച തൗഹീദുണ്ട്, നബി ഇമാം പഠിപ്പിച്ച തൗഹീദുണ്ട്, റാഫി ഇമാം പഠിപ്പിച്ച തൗഹീദുണ്ട്, മൊയ്തീൻ ശൈഖ് പഠിപ്പിച്ച തൗഹീദുണ്ട്, ഇഫായി ശൈഖ് പഠിപ്പിച്ച തൗഹീദുണ്ട്. അതേ ശാഫി ഇമാമും അബൂ ഹനീഫ ഇമാമും അഹ്മദുൽ ഹംബലി റളിയല്ലാഹു അൻഹും പഠിപ്പിച്ച തൗഹീദുണ്ട് കേട്ടോ. അവർക്ക് സ്വഹാബത്തുനിന്ന് കിട്ടിയ തൗഹീദാ, അത് നബി തങ്ങൾ പഠിപ്പിച്ച തൗഹീദാ. ആ തൗഹീദിന് അല്ലാഹ് കൊടുക്കുന്ന പവർ മഹാന്മാർക്കുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കലോ, അവരെ അനുസ്മരിക്കലോ, അവരെ മക്ബറയിൽ പോകലോ, അതൊന്നും ശിർക്കല്ല, ബിദ്അത്തല്ല, അംഗീകരിക്കലാണ്. ആ തൗഹീദാണിപ്പോൾ താജുൽ ഉലമ തങ്ങൾ നേതൃത്വം നൽകി പഠിപ്പിക്കുന്നത്. അതേ അചഞ്ചലമായ തൗഹീദിനാണ് കാരിലിമ്പിന്റെ കരുത്തോടുകൂടെ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ തൗഹീദാണ് ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആശയം പഠിപ്പിക്കാനാണ് ജാമിയ മൽക്ക് സഖാവത്ത് സുന്നിയെ പ്രവർത്തിക്കുന്നത്. അതിന് 35ാമത്തെ വാർഷികമാണ് ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്നത്. അതേ ചുവട് പിടിച്ചുകൊണ്ടാണ് ജാമിയ സാദിയയോ അൽ മഖർ സുന്നിയയോ അതുപോലെ തന്നെ മദീനോ സിറാജുൽ ഹുദയും മമ്പകളും മൽജകളും മർക്കസുകളും മൻഷകളും അതേപോലെ അൽഫറാകളും ദാറുൽ ഫറാകളും പ്രവർത്തിക്കുന്നത്. ആ കൂട്ടത്തില് ബഹുമാനപ്പെട്ട നുസ്രത്തോ ആ
ആശയം തന്നെയാ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമ്മേളനങ്ങളും വിജയിപ്പിക്കുകയും സ്ഥാപനങ്ങളെ സഹായിക്കുകയും പണ്ഡിതന്മാർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്ത് ഈ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊക്കെ ആകുന്നത് പരിശ്രമിക്കണം. അല്ലാഹു ജല്ല ജലാലു സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, സത്യത്തിന്റെ പക്ഷത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.